അണ്ണാ എത്ര സ്പീഡിൽ പോലെന്ന് പറഞ്ഞ അവര് പയ്യെ പോടാ നിങ്ങൾ എത്ര നാൾ കണ്ടിട്ടില്ലാത്ത അണ്ടി ഫാക്ടറിയിലേക്ക് നിങ്ങൾ 16,411 പേരെ ഞാൻ വെൽക്കം ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ പൊക്കോണ്ടിരുന്ന എന്റെ അണ്ടി ഫാക്ടറി. ഇതൊക്കെ ഒരു ഷോ അല്ലേ അപ്പൊ? ഫോട്ടോ എടുത്ത് എമ്മിടി കയറ്റി കൊടുത്താലോ? വണ്ടി ഒന്നും ഇല്ലാത്ത കാലഘട്ടമായിരുന്നു 4 ബിസ്പ്ലക്സ് കാളവണ്ടിയിൽ കോട്ട് സൂട്ടൊക്കെ ഇട്ട് വരുന്നത്. നമ്മളപ്പോ അതിൽ എന്തിനു പോയിരുന്നേ? ഞാൻ നടന്നതിനുള്ള അന്തസ്സായിട്ട്. പിന്നെ കാളവണ്ടി ഒന്നും എന്നെ കയറാൻ കിട്ടില്ല. എന്നറിച്ച് കാളവണ്ടി കോട്ട് സൂട്ടൊക്കെ ഇട്ട് വന്ന് ഇറങ്ങി അടിച്ചു വന്ന് 2 കാളയുടെ കയറൊക്കെ ഊരിട്ട് കാള വേറെ വഴിക്ക് പോയി. അത് കഴിഞ്ഞിട്ട് പരിപാടി ബാക്കി എല്ലാവരും ഒരു 5 മിനിറ്റ് പ്രയർ ആൻഡ് സൈലൻസ് റെഡി. വണ്ടി ട്രക്ക് പോണണ്ണാ. അണ്ണാ വണ്ടി നോക്കണ ട്രക്ക് നമ്മടെ വണ്ടിയാ. ഒരു ലോഡല്ലേ പോയത്? പിന്നല്ലാതെ അവർക്ക് വഴി തെറ്റി. അവർക്ക് ഇല്ല, അവര് ബാക്കിലുണ്ട്, നമ്മുടെ തൊട്ട് ബാക്കിലുണ്ട്. നമ്മളെ മുമ്പിലുണ്ട്, നമ്മളെ മുമ്പിലുണ്ട്. വന്നോ അവന്മാരെ ട്രക്ക് കണ്ട് ഞെട്ടിയെന്ന് തോന്നട്ടോ. പിന്നെ ഇനി എത്ര അണ്ടി കാണാൻ കിടക്കുന്നവരൊക്കെ. അണ്ണാ അണ്ടി അണ്ണ അണ്ടി പിടിച്ചോണ്ടിരിക്കുന്നത്. അണ്ണനും ബാബുസേട്ടും ഓരോ കിലോ അണ്ടി പിടിച്ചോണ്ടിരിക്കുന്നു. 1 കിലോ ഒന്നല്ല, ഇത് ഒന്നൊന്നല്ല, 2.5 കിലോ അണ്ടി. 2.5 കിലോ അടി അണ്ണ അണ്ണ ഒറ്റയ്ക്ക് അണ്ടി പിടിച്ചോ. എല്ലാവർക്കും വെൽക്കം. ഇതാണ് നമ്മുടെ സ്ഥാപനം. ഇതാണ് നമ്മുടെ ആക്ച്വലി കേജ് കൊണ്ട് വരുമോ? ഇതാണ് നമ്മുടെ ട്രക്സ്. ഇതിലത്തെ ഒരു മൊത്തം കൂടി നമുക്ക് ഏകദേശം ഇപ്പൊ ഒരു 40 ട്രക്ക് ഉണ്ട്. ഇതേത് മോഡല്? നല്ല ഭംഗിയുണ്ടല്ലോ 2 മോഡൽസ്. ഞാനും ബാബു ആണത്. ഞാൻ മുടി വെട്ടുന്നതിന് മുമ്പുള്ള ഫോട്ടോ ആണത്. കൊള്ളാം. നല്ല ഐശ്വര്യം. നമുക്ക് ആക്ച്വലി ഇതുപോലത്തെ വലിയ ട്രക്കും, ഈ വലിയ ട്രക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഏറ്റവും കൂടിയ ഗ്രേഡ് ക്യാഷ് നട്ട്സ് എല്ലാം ഇത് ഈ വണ്ടിയിലാണ് കൊണ്ടുപോകണം. അതിന് താഴെയുള്ളതൊക്കെ ഇത് എക്സ്പോർട്ടിനുള്ള നട്ട്സ് എല്ലാം ഈ വണ്ടിയിലാണ് കൊണ്ടുപോകണത്. നമ്മുടെ ഇവിടുത്തെ യൂസിനുള്ളതെല്ലാം ഇങ്ങനത്തെ വണ്ടികളായിരിക്കും കൊണ്ടുപോകണം. സോ പാക്കേജിംഗ് രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് വാസു. നമ്മളിപ്പോ ഏകദേശം ഒരു അതല്ല 100 നമ്മളിപ്പോ ഒരു 20-23 രാജ്യത്തേക്ക് ഇപ്പൊ ചെയ്യുന്നുണ്ട് കറന്റ്. ഇത് എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം നമ്മുടെ ഈ വെളി നിൽക്കുന്നതെല്ലാം നമ്മുടെ സ്റ്റാഫുകളാണ്. ഇതിലുള്ള എല്ലാം ഓൺ ടൈമിൽ ഇപ്പൊ നട്ട്സ് ഒക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. അതായത് കണ്ട് ഇപ്പൊ പാക്ക് ചെയ്ത് ഇപ്പൊ ഈ വണ്ടി ഇപ്പൊ അടുത്ത ഡെലിവറിക്ക് പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ടിരിക്കുന്ന വണ്ടികളാണ് അതൊക്കെ. ഇതെല്ലാം നമ്മുടെ എംപ്ലോയീസ് ആണ്. ഇതിപ്പോ നമ്മളെ വണ്ടിയില് നമ്മളെ ക്യാഷ് നട്ട്സ് നിറച്ചോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ലോഡ് കൊണ്ടുവന്ന വണ്ടിയാണ്. എന്തൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. സാധനം ഇത് എവിടത്തേക്കുള്ളതാണ് ഈ ക്യാഷ് നട്ട്സ്? ഇത് പാകിസ്ഥാൻ. ഇത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് ഹലോ അതെ അണ്ടികളുടെ ക്വാളിറ്റി എല്ലാം കറക്റ്റ് അല്ലേ? ചെക്ക് ചെയ്ത പിന്നെ എല്ലാം ഞാൻ രുചിച്ചു നോക്കിയ അണ്ടികളാണ്. വീട്ടിൽ കൊണ്ടുപോയി. വാസു ഇതിന്റെ എല്ലാം ഏതാ വാസുനെ? അതാ പറഞ്ഞേ അണ്ണാ നമ്മളെ കണ്ടെയ്നർ ലിഫ്റ്റ് ചെയ്യുന്ന വണ്ടി. ഇത് നമ്മുടെ കൺമണി ഓർമ്മയുണ്ട് ഞാൻ അന്ന് പറഞ്ഞത്. ഞാൻ ഓർക്കുന്നു. ഇല്ല കറക്റ്റ് സമയത്താണ്. ഇത് ഇതിന് എവിടുന്ന് കിട്ടി?
അതൊന്നും എനിക്കറിയത്തില്ല. അതൊന്നും നമ്മുടെ ലിസ്റ്റിലില്ല. ഇതെന്ത് ബോണസ് ഫ്രീ ആയിട്ട് കിട്ടിയത്? എനിക്കറിയത്തില്ല. പണ്ട് ആന്റിഫാക്ടറി ഉള്ള സമയത്ത് ആളല്ലായിരുന്നു പി ആണ്. പിന്നെ എന്തായാലും ഇപ്പൊ ഒരു പിയുടെ കുറവില്ലായിരുന്നു. ഇപ്പൊ നികത്തില്ലേ? പുള്ളിക്കാരി ജോലിയിൽ കുറച്ച് ഉത്തരവാദിത്തം കുറവാണ്, അതുകൊണ്ടാണ് വിളിക്കുന്നത്. ഇതിപ്പോ എന്തിനു വലിഞ്ഞു കയറി വന്നത്? എന്താണ് പരിപാടി? ഓ, ഇവിടെ എന്റെ കല്യാണം നടത്താൻ പോവാണ് അണ്ടി ഫാക്ടറിക്കകത്ത്. കല്യാണം ഞാൻ നടത്തി തരാം. നല്ല രീതിയിലെല്ലാം പോണുണ്ടല്ലേ? അത് നിനക്ക് സൂഹിക്കുന്നില്ല? നിനക്ക് എന്ത് ചെയ്യാൻ മറ്റേ ഗർഭസ്ത്രീമാനായിട്ടൊരു സാധനത്തിനെ കൊണ്ടുവന്നാറല്ലോ? എന്ത് ചെയ്യും? തിരിച്ചു വയറ്റിലോട്ട് ഇട്ടാ? താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ. എന്തൊന്നും കൂടെ? അതെ കൊച്ചേ, ഇവിടെ വെറുതെ വന്ന് നിൽക്കുന്നൊക്കെ കൊള്ളാം. ഞാൻ പൈസ തരത്തില്ല കേട്ടോ. കല്യാണം ഇപ്പൊ വേണ്ട. തൊണ്ടക്കകത്തൊന്നും കേൾക്കുന്നില്ല. നമുക്ക് ഫാക്ടറിയിലോട്ട് ഇപ്പൊ കേൾക്കാവോ? ആ, അത്യാവശ്യം കേക്കാം. കല്യാണം ഒന്നും ഇപ്പൊ വേണ്ട, അതൊക്കെ നമുക്ക് ഇപ്പൊ ചർച്ച ചെയ്യണ്ട. നമുക്ക് എന്തായാലും നേരെ ഫസ്റ്റ് നൈറ്റിലോട്ട് പോവാന്ന. ഇതാണ് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള അണ്ടി. വാസവ കൈ പിടിച്ചേക്കുന്നുണ്ടോ അവിടെ? അതാണോ? ഓ പിന്നെ, സെലക്ടഡ് ആയിട്ടേക്കുള്ള കയ്യില്. ഹൈ ക്വാളിറ്റി മാത്രമേ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാറുള്ളേ. കൊച്ചു പിള്ളേർക്ക് വരെ പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന കാഷ്യൂനട്ട്സ് ആണ് നമ്മുടെ. അതെ, നമ്മള് കേജ് നമ്മളാണെങ്കിൽ ഈ പറയണത് പോലെ ശരിക്കും പറഞ്ഞാൽ ഈ കാഷ്യൂനട്ട്സ് ഒക്കെ കൊച്ചു പിള്ളേർക്ക് കൊടുത്താൽ തൊണ്ടയിൽ കുടുങ്ങും എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് നമ്മൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് കാഷ്യൂനട്ട്സിന്റെ പൗഡറും അതേപോലെ ചെറിയ പീസായിട്ട് കാഷ്യൂനട്ട്സ് കട്ട് ചെയ്തും കൊടുക്കുന്നുണ്ട്. ചോപ്ഡ് കാഷ്യൂനട്ട്സ് ആൻഡ് കാഷ്യൂനട്ട് പൗഡർ. എന്തുകൊണ്ട് ബിസ്ക്കറ്റ് ട്രൈ ചെയ്തില്ല? ബിസ്ക്കറ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്. ബിസ്ക്കറ്റ് നമ്മള് ബിസ്ക്കറ്റ് കമ്പനിക്ക് കാഷ്യൂനട്ട് കൊടുക്കണം നമ്മളാണ്. നമ്മളെ മൈദക്കെതിരാണ്. നമ്മള് ഈ മൈദക്ക് ഷുഗറിനെതിരാണ്. ഞങ്ങള് ഇപ്പൊ 100% മനുഷ്യർക്ക് ഒരു ദോഷം വരാത്ത സാധനങ്ങളാണ്. ബിസ്ക്കറ്റ് ഒക്കെ തുടങ്ങാൻ നോക്കിയപ്പോ അതിനകത്ത് ഓരോ വിഷങ്ങളൊക്കെ ചേർക്കണം എന്ന് ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെതിരാണ്. സോ ഞങ്ങള് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന കമ്പനിക്ക് അത് കൊടുക്കാന്ന് വിചാരിച്ചു. ഞാൻ വന്നപ്പോ ഷാജിന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ മൈദ കൂട്ടി ക്യാഷ് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. ശരിയാണോ അങ്ങനെ കേട്ടത്? അങ്ങനെ ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അടച്ചു പൂട്ടി ഞാൻ സീലടിച്ച് കേജിന്റെ തരും. കേജ് നോക്കിയാൽ മതി. പിന്നെ ഫുള്ള് ഉണ്ടെണ്ണ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ പരിപാടി ചെയ്യാറില്ല. നമ്മള് ചെയ്യാറില്ല. ഈ സിറ്റിയിൽ ചെയ്യാറുണ്ട് പലരും, പക്ഷെ നമ്മള് ചെയ്യാറില്ല. ഈ പരിപാടി ഞാൻ ചെയ്യില്ല. അത് നീയും ചെയ്യില്ല. ഡയലോഗാണ് സാർ. നമുക്ക് ഫാക്ടറിയുടെ അകത്ത് കണ്ടാലോ? എല്ലാവർക്കും വെള്ളം കൊടുക്കേ. നമ്മുടെ ട്രക്സ് എല്ലാം കറക്റ്റായിട്ട് പോയിട്ട് തിരിച്ച് നമ്മുടെ ഇതിനകത്ത് തന്നെ പാർക്ക് ചെയ്യുന്ന നോക്കിക്കോണേ. കുറെ ട്രക്സ് വെളിയിൽ റോഡ് സൈഡിലോട്ട് പാർക്ക് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി അത് കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞതാണ്. അത് ഇനി ഉണ്ടാവാൻ നോക്കണം കേട്ടോ. കണക്കിന് പെടാത്ത കുറച്ച് ആൾക്കാരെ അകത്തോട്ട് പോയിട്ടുണ്ട്. ഒന്ന് പറഞ്ഞോട്ടെ. സെറ്റായില്ല. ഇതൊക്കെ നമ്മള് വലിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഒരുപാട് അണ്ടികൾ. ഇതെല്ലാം എന്റെ ഗസ്റ്റ് ആണ്. സോ സെക്യൂരിറ്റി ചെക്ക് ഒന്നും വേണ്ട കേട്ടല്ലോ. സെക്യൂരിറ്റി ഒന്ന് വന്നിട്ട് കാര്യം ഇതൊക്കെ ഇത് ഏത് ഇത് പതുക്കെ മിക്സറക്സ് കൊടുത്ത് സെറ്റായി. ഞാൻ വേണേ കത്തിക്കാം. ഇന്ത്യൻ മേഡാണ്. എല്ലാം ഇന്ത്യൻ മാനുഫാക്ചർ. എല്ലാം ഇന്ത്യയിൽ തന്നെയാണ് ഉണ്ടാക്കുന്ന കശുവണ്ടികളാണല്ലോ എല്ലാം. ഞങ്ങള് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വേൾഡിലെ അതെ വേൾഡിലെ ഏറ്റവും കിടിലൻ കാഷ്യൂനട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊല്ലത്തുനിന്നാണ് കേജ്. സോ ഞങ്ങളിത് കൊല്ലത്തുനിന്ന് ഡയറക്ട്ലി ഹാൻഡ് പിക്ഡ് ആയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ വേർതിരിച്ചാണ് ഗ്രേഡ് അനുസരിച്ച് വേർതിരിച്ചാണ് ഇത് ഓൾ ഓവർ ദ മാർക്കറ്റിൽ എത്തിക്കുന്നത്.
ഓഹോ ഓതന്റിക് ആയിട്ട് തല്ലും. അതെ തല്ലി. ഇത് തല്ലി ഇത് എടുക്കണം അത്. ഇത് ശരിക്കും മെഷീനൈസ്ഡ് അല്ല നമ്മള് ഇത് തല്ലി നമ്മൾ പണ്ടത്തെ ട്രഡീഷണൽ ഇതിന്റെ രീതിയിൽ തല്ലി തല്ലി പറിച്ചെടുക്കണം. പഠിപ്പിച്ചെടുക്കണം അതെ 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 ആ സാധനമാണ് നമ്മൾ കൊടുക്കുന്നത്. സോ നമുക്ക് ഇങ്ങനത്തെ ക്വാളിറ്റിയിൽ കൊടുക്കണ വേറൊരു ഫാക്ടറി സത്യം പറഞ്ഞാൽ ഈ സിറ്റിയിൽ പോയിട്ട് വേൾഡിൽ തന്നെ വളരെ ചുരുക്കമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഞങ്ങൾ പല രാജ്യത്ത് വിസിറ്റ് ചെയ്ത് കേജ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, കൊല്ലത്തിന്റെ അത്രയും കിടിലം കാഷ്യൂനട്ട്സ് ഉള്ള വേറൊരു സ്ഥലം ഇല്ലെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചൊരു ഇതാണ്. സോ ഞങ്ങൾ കൊല്ലത്തുനിന്ന് പോയി നമുക്ക് അറിയാവുന്ന പയ്യന്മാരുണ്ട്, അവരെല്ലാം വെച്ച് നമ്മൾ കുറെ ആൾക്കാരെ കണ്ട് ഡീൽ ചെയ്ത് സംസാരിച്ച് സെറ്റ് ചെയ്ത് ഇവിടെ കൊറേ പേരൊക്കെ ഈ അണ്ടി മൊത്തം കരിഞ്ഞു പോയി, സൂക്ഷിച്ചില്ല കേട്ടോ, കൊറേ പോയി. അല്ല കേജി, ഈ തല്ലുന്ന പ്രോസസ് ഒന്ന് കാണണ്ടേ നമുക്ക്? കേജിന്റെ ഇതൊന്ന് പറയോ? എന്ത് എന്റെ ഞാൻ കൊല്ലുവാണ്. 34 ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് കേജ്. ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് ആണ്, റോസ്റ്റഡ് കാഷ്യൂനട്ട്സ്, ഓഹോ സോൾട്ടഡ് ആൻഡ് റോസ്റ്റഡ്. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഓ കൊള്ളാം കൊള്ളാം കൊള്ളാം, കുഴപ്പമില്ല, നല്ല കാഷ്യൂ നട്ട്സ്. അതെ നമ്മുടെ പലതരം ഇതെല്ലാം ഇതേ ക്വാളിറ്റി തന്നെയാണല്ലേ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എല്ലാത്തിലും നമ്മൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല കേജ്. ഷാജി ഈ ക്വാളിറ്റി ആണ് ഈ കൊള്ളാട്ടോ. അല്ല, ഈ ക്വാളിറ്റി കുറഞ്ഞത് ലഭിക്കത്തില്ല, അതെന്ത് ചെയ്യും അപ്പം? അല്ല ഞാൻ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ സോർട്ട് ചെയ്യും. അതായത് ചൊക്ലി അണ്ടിയൊക്കെ നമ്മള് തിരിഞ്ഞു പറക്കി സെപ്പറേറ്റ് പാവങ്ങൾക്കൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്. അതെ അതെ, ഒരു 600 രൂപ അപ്പൊ ഈ ക്വാളിറ്റി കുറഞ്ഞതും അപ്പൊ മനുഷ്യർക്ക് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്? അങ്ങനെയല്ല, ഇതിന്റെ ഗ്രേഡ് അങ്ങനെയല്ല വരുന്നത്. ക്വാളിറ്റി കുറവെന്നല്ല, ഇത് വിഷം. ക്വാളിറ്റി കുറയുന്നതോടും ഇതിന് വിഷമാവുമെന്നല്ല അർത്ഥം ഇതിന്. അതായത് കാരണം എക്സ്പോർട്ട് നമ്മളത് ഈ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് സാധനങ്ങളിലൊക്കെ കേടുകൾ വരുന്നത് സാർ. ഓ, അപ്പൊ കേടായത് മനുഷ്യർക്ക് കൊടുക്കുമെന്നാണോ? അതൊരു വാലിഡ് പോയിന്റ് ആണ്. എന്റെ പി എ പറഞ്ഞത് ഒരു വാലിഡ് പോയിന്റ് ആണ്. നമ്മള് വിഷം യൂസ് ചെയ്താൽ കേടാവാതിരിക്കുക എത്ര നാൾ വേണേലും. മനസ്സിലായി? അപ്പം ഇപ്പം പറഞ്ഞത് അപ്പം കേടായ സാധനം മനുഷ്യർക്ക് അങ്ങനെയല്ല, കൊടുക്കുന്നില്ല? കേടായതെന്നല്ല, നമുക്ക് ഗ്രേഡ് വ്യത്യാസമുണ്ട്. അതായത് ഗ്രേഡ്സ് ആണ് വ്യത്യാസം, ക്വാളിറ്റി അല്ല നമ്മൾ പറയണത്. ഗ്രേഡ്സ് വ്യത്യാസമുണ്ട്. ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ഗ്രേഡ് വ്യത്യാസമുണ്ട്. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കൊടുക്കുന്ന ഗ്രേഡ്സ് വ്യത്യാസമുണ്ട്. അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഏറ്റവും ഗ്രേഡ് കൂടിയത് ഇങ്ങോട്ടാണ് എക്സ്പോർട്ട് ചെയ്യുവാണോ അതോ ഇവിടെ തന്നെ ലോക്കൽ ലോക്കൽ മാർക്കറ്റിൽ ആവശ്യമുള്ളവർക്ക് കൊടുക്കാറുണ്ട്. കൂടുതലും നമുക്ക് പുറ രാജ്യത്താണ് ഗ്രേഡ് കൂടിയ നട്ട്സ് എല്ലാം പോണത്. നല്ല വില തരുന്നവർക്ക് കൊടുക്കും. ഓക്കെ, കൊള്ളാം കൊള്ളാം. എന്തായാലും നമുക്ക് അടുത്തായിട്ട് നമുക്ക് പ്രോസസ്സിംഗ് ആണ് ഇതിന്റെ. ഉറപ്പാണ്. പി എ നടക്ക്. എവിടേക്കാ പോണ്ടേ? നോട്ട് പാഡ് എടുക്കുമായിരുന്നു എഴുതിയിരിക്കാനേ. അത് സ്റ്റോർ റൂം. ഇത് നമ്മുടെ ഷോറൂമാണ്. ഒന്നും പറ്റിയില്ല. നമുക്ക് പുറത്തേക്കുള്ള പാക്കേജിംഗ് ഒക്കെ നല്ല ഇതുപോലെ ഹാർഡ് ബോക്സിൽ ഇത് ചെയ്താണ് നമ്മള് സ്റ്റോർ ചെയ്ത് വെക്കണേ. ഓ വന്നു കേട്ടോ. ഒരിക്കൽ ഒരു പണിക്കാരന്റെ വിരൽ ഈ ബോക്സിൽ ഏതിലോ ഒന്നല്ല ആയിപ്പോയി, ഭയങ്കര പ്രശ്നമൊക്കെ ആയതാണ്. അതെ, പിന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വിരല് കണ്ടുപിടിച്ചത്. ഓഹോ. അപ്പൊ സേഫ്റ്റി ഫീച്ചേഴ്സ് ഇല്ലേ? സേഫ്റ്റി കൊടുക്കത്തില്ല? അതിനുശേഷമാണ് സേഫ്റ്റി കൂട്ടിയത്. ഓ, ആദ്യമായിട്ട് നമ്മൾ ഈ പ്രശ്നങ്ങളിൽ നിന്നാണല്ലോ പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവരെന്താ ഡോക്ടറാ? നമ്മുടെ അതുവഴി പോയിട്ട് റൈറ്റിലോട്ട് പോയാൽ കാണാം. എന്തോ ഫോൺ നമ്പർ എന്നടോ? 3333. ആൾക്കാര് മാത്രമേ മാറിയുള്ളൂ, എന്റെ നമ്പർ എന്തായാലും മാറിയിട്ടില്ല. ഇതില് ചിലപ്പോ വേറെ ഇവിടെ. ഹലോ ആ അണ്ണാ, നമ്മുടെ ഷിപ്പ്യാർഡ് ഇതൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ? ഓ കാണിച്ചു കൊടുക്കാം. പിന്നെ മാത്രമല്ല പ്രോസസ് ചെയ്യുന്നവര് മാസ്ക് ഒന്നും ഇടുന്നില്ല സാർ. അതെ അതെ, അത് കുറച്ച് ശ്രദ്ധിക്കണം. ഹൈജീൻ. അതെ, അണ്ടി സെപ്പറേറ്റ് ചെയ്ത് എന്തിനാ സാറേ മാസ്ക്? എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ അത് പകരില്ല. ഉറപ്പായിട്ടും നമുക്ക് സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം നമുക്ക് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് മാത്രമാക്കണ്ട, ഇനി മുടി വീഴണ്ട. അതുകൊണ്ട് നമുക്ക് മറ്റേ ഹെയർ ക്യാപ്പ് കൂടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഹെയർ ക്യാപ്പ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഷാജി പറഞ്ഞ കേസ് നമുക്കൊരു ഫയർ എക്സ്റ്റിങ്ഷറും അതേപോലെ തന്നെ ഫയർ എക്സിറ്റും എന്തെങ്കിലുമൊക്കെ ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി ഓടാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അത് ഉറപ്പായിട്ട് ചെയ്യാം. ഇവിടെ അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന വലിയ മെഷീനറീസ് ഒന്നും ഇല്ല ആക്ച്വലി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓരോ 3 മാസം കൂടുമ്പോഴും മെഷീനറീസ്
പൊട്ടിത്തെറിയും കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. നമ്മള് ഓതന്റിക് ആയിട്ട് തീയിൽ ചുട്ടെടുക്കുന്നതാണല്ലോ. അപ്പൊ എങ്ങാനും ഏതെങ്കിലും പേട്ടണ്ടി പൊട്ടിത്തെറിച്ച് അങ്ങനെ അണ്ടി പൊട്ടിത്തെറിച്ച് ഇതുവരെ ഒരു ഇഷ്യൂ ഇതുവരെ സംഭവിച്ചിട്ടില്ല നമുക്ക്. പറയാൻ പറ്റില്ല. ഇല്ല ഇനിയിപ്പോ വൃത്തിയായിട്ട് നമ്മൾ അതോടെ നോക്കാം. സാനിറ്റൈസർ വല്ല മുക്കാൻ ഞാൻ റെഡിയാണ്. അതെ അതെ. വേണമെങ്കിൽ ക്യാഷ്യൂരായിട്ട് സാനിറ്റൈസർ മുക്കാനും ഞാൻ റെഡിയാണ്. വൃത്തിയാണ് ചെയ്യാറുണ്ട്. പിന്നെ അത്രയും വേണ്ട ഓക്കെ അപ്പൊ ഫ്രണ്ടിലോട്ട് വാ. ഇനി എങ്ങനെയാണ് പോണ്ടേ? ക്ലീൻ ചെയ്യാൻ. ഹലോ അമ്മത്തരെ അതാണ് മാനേജർ നമ്മുടെ തൽക്കാലം. അങ്ങോട്ട് ഇതുകൊണ്ടാണ് ഇങ്ങോട്ട് മാനേജർ ഒന്ന് തൽക്കാലത്തേക്കുള്ള അതിനകത്തോട്ട് എവിടേക്കാ പോണ്ടത്? ഓക്കെ വരുന്നു. വാസു അധികം ഇവിടെ വരല് കുറവാണല്ലേ? ഒരു പരിചയക്കുറവ്. എനിക്കോ? ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. സ്മോക്കിംഗ് അല്ലത് വേപ്പിംഗ് ആണ്. വേപ്പിംഗ് എന്തൊക്കെയാണ് ഇവിടാണ് നമ്മുടെ എന്താണ് പറയാ മെയിൻ ബിസിനസ്സും കാര്യങ്ങളും അതിന്റെ ലോജിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ നമ്മളെ ഓഫീസും ഒക്കെ നടക്കുന്നത് വർക്ക്. എല്ലായിടത്തും പണിക്കാർ വാസുവിന്റെ ഒരു പ്രസൻസ് ഉണ്ട്. പിന്നെ നമ്മളെ നമ്മുടെ മെയിൻ. അതെ ഞാൻ ചോദിച്ചത് വാസു ഇവിടെ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് ഞാൻ ചോദിക്കായിരുന്നു. ഇവിടെ തപ്പിപ്പിടിക്കുവായിരുന്നു. അതാണ് മനസ്സിലായത്. കുട്ടി പാക്കേജിംഗിൽ ശ്രദ്ധിക്കണം കേട്ടാ. കഴിഞ്ഞ വട്ടത്തിൽ ചെറിയൊരു പരാതി കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ഇതായിട്ട് പാക്ക് ചെയ്യണേ. അപ്പൊ ക്യാഷിന് മറ്റേ 2 മാസത്തേക്കുള്ള സ്റ്റോക്ക് അല്ലേ വാസുമനെ? അപ്പൊ നിങ്ങൾക്ക് സ്വന്തം ഫാമുണ്ട്. ഇനി എത്ര നാളത്തേക്ക് വേണ്ട സാധനം നമ്മുടെ ഇരിപ്പില്ലേ? ഈ ഗാന്ധിജിയൊക്കെ പോലും സത്യാഗ്രഹത്തിനൊക്കെ പോയ സമയത്തൊക്കെ സത്യാഗ്രഹം കഴിഞ്ഞു വന്ന് നമ്മുടെ അണ്ടിയാണ് കഴിച്ചിട്ടുള്ളത്. ആ സമയത്ത് ഈ കുട്ടിയുടെ അച്ഛനൊരു അണ്ടി ഫാക്ടറി ഉണ്ടായിരുന്നു. എനിക്കില്ലായിരുന്നു. ഞാൻ അത്ര പ്രായം. അവിടെ തൊട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. അതിന്റെ പേരിലാണ് ഞാൻ എന്റെ അണ്ടി ഫാക്ടറി എടുത്തത്. പ്രായമുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എല്ലാ ബാക്കപ്പ് അല്ലേ? പിന്നെ ജീവിച്ചു പോട്ടെ, എല്ലാവർക്കും ജീവിക്കണ്ടേ. അത് മീൻസ് അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മളങ്ങനെ ഇത് നോക്കാറില്ല, പ്രായം നോക്കാറില്ല. എല്ലാവർക്കും ഒരു ജീവിതമാർഗം അത്രേ. ഇവിടുത്തെ നമ്മുടെ എല്ലാ പണിക്കാരും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ഞാൻ മന്ത്ലി ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഇവർക്ക് ഫുള്ള് ലൈക്ക് എപ്പോഴും ലൈക്ക് ഇവർക്ക് ഇങ്ങനെ ജോലി ഫുൾ ടൈം ഇല്ല. റിലാക്സേഷൻ ടൈം ഞാൻ ഒരുപാട് കൊടുക്കാറുണ്ട്. പിന്നെ ഫ്രീ ആയിട്ട് വെള്ളം, ഫുഡ്, അക്കോമഡേഷൻ എല്ലാം ഫ്രീ ആണ്. ഇതിന്റെ കൂടെ സാലറി അങ്ങനെ കുറെ ഉണ്ട്. എത്രയാണ് നിങ്ങൾ കൊടുക്കുന്ന പാക്കേജ് സാലറി? ചെക്ക് ഒന്ന് ഒപ്പിട്ടിരുന്നെങ്കിലേ ഇപ്പൊ തന്നെ ഞാൻ അങ്ങ് അയക്കായിരുന്നേ സ്റ്റാഫിന്റെ ഫണ്ട്. ചെക്ക് ഒപ്പിട്ടായിരുന്നു. ഇവരെ ഒന്ന് ഡീൽ ചെയ്തിട്ട് ചെക്ക് ഡീൽ ചെയ്യാം. അതാണ് നല്ലത്. എനിക്ക് 2-3-5-6 ചെക്ക് ഡീൽ ചെയ്യാനുണ്ട്. എന്റെ ഇടയ്ക്ക് കൂടെ എഴുതിക്കൊണ്ട് പോകാൻ വന്നിരിക്കണം. എങ്ങനെയാ നമ്മുടെ സാലറി ഒക്കെ കൊടുക്കണം ഇവിടുത്തെ സ്റ്റാഫിന്? ഇവിടുത്തെ സ്റ്റാഫിന് സാലറി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഡെയിലി വേജസ് ആണ് നമ്മളിപ്പോ കറന്റ് കൊടുത്തിരിക്കുന്നത്. ആൾക്കൊന്നിന് 1000 രൂപയും ഫുഡും അക്കോമഡേഷനും. അതെ, പ്ലസ് ഒരു പാക്കറ്റ് അണ്ടി വൈകുന്നേരം ആവുമ്പോ പൊതിഞ്ഞെടുക്കാം. അങ്ങനെയാണ് ഇപ്പൊ കറന്റ് ഉള്ള സാലറി സിസ്റ്റം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞങ്ങളുടെ കൂടെ ഒരു പ്രായമുള്ള ഒരാളുണ്ട്, മിസ്റ്റർ റപ്പായി വർക്ക്. ആള് രാത്രി ചെറുതൊക്കെ അടിക്കുമ്പോ പിന്നെ റപ്പായിച്ചേട്ടനൊക്കെ നമ്മൾ നല്ല എ ക്ലാസ് വണ്ടി കൊടുക്കൂലേ? പ്രായം എത്രയുണ്ട് സർ? പ്രായം എത്ര വയസ്സുണ്ട് റപ്പായി? ഇപ്പൊ ആക്ച്വലി വലിയ പ്രായം കൺസിഡർ ചെയ്യണല്ലോ അതൊന്നും. പല്ല് പൊട്ടാത്ത അണ്ടി കൊടുക്കണം. അത്യാവശ്യം കട്ടി വേണം. ഉറപ്പായിട്ടാ അത് നമ്മള് നല്ല സാധനം കൊടുക്കൂലേ? കുറച്ച് എരിവുള്ളതൊക്കെ ആണെങ്കിൽ നല്ല ടച്ചിങ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന. അത് ഞാൻ വൈകിട്ടത്തെ ആവശ്യത്തിൽ വെച്ചേക്കാം. ഇത് നമ്മുടെ ഫാമിലിയിൽ 50 പേര്. പക്ഷെ 50 പേരാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ സൂപ്പർവൈസർ. എല്ലാം 50 പേരാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. നമ്മുടെ കുറെ ഇന്ന് തന്നെ ഏകദേശം ഒരു 100-500 ലോഡ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. ലാസ്റ്റ് ലോഡിലെ ഷിപ്പും കൂടെ ഉള്ളു ബാക്കി. നമ്മുടെ ഇപ്പൊ നോർമൽ കാഷ്നട്ടല്ലേ സാറ് കൊടുത്തിരിക്കുന്നത് സാറിന് മറിഞ്ഞു. നമ്മുടെ ഫ്ലേവേഴ്സ് ഉള്ളത് നമ്മൾ ആൾറെഡി കൊടുത്തു. ഇനി അടുത്ത സ്റ്റോക്ക് വരുമ്പോ നമ്മൾ പറയാം.
നിങ്ങൾ ബൈ എയർ ആണോ ബൈ വാട്ടർ ആണോ സാർ ഏറ്റവും രണ്ടും ഉണ്ട് കൂടുതൽ രണ്ടുണ്ട്. ഞങ്ങൾ വാട്ടറിൽ കൂടെ അയക്കും. ഇത് അവർക്ക് റിസീവ് ആയി കഴിയുമ്പോൾ ഞങ്ങൾ എയറിലാവും. അങ്ങനെയാണ് ഇപ്പോഴേ ഒരു കഴിഞ്ഞൊരു 2 കൊല്ലമായിട്ട് അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അണ്ണാ നമുക്ക് ഫ്ലൈറ്റ് ഉണ്ട്, സ്വന്തമായിട്ട് നമ്മുടെ കമ്പനിക്ക് ഫ്ലൈറ്റ് വരുന്നുണ്ട് സാർ. അതെ നമുക്ക് എക്സ്പോർട്ടിംഗ് ഫ്ലൈറ്റ് ഉണ്ട്. അതെ നമുക്ക് റോഡ് മാർഗമൊന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പോകാനൊന്നും പറ്റില്ല, ഭയങ്കര പ്രശ്നങ്ങളാണ്. പിന്നെ അപ്പുറത്തെ ജംഗ്ഷനിൽ ഒരു ഹെലികോപ്റ്ററിലാണ് നമ്മൾ ഡെലിവറി ചെയ്യണത്. വണ്ടി എയർവേസ്. അതെ ചില സമയത്ത് കാളവണ്ടി ഉണ്ട്. അതല്ല അത് ഇവിടുത്തെ അത് മൈൻഡ് ചെയ്യണം. ഇവിടെ വരാറില്ല, ആദ്യമായിട്ട് കാണുവാണ്. ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ബന്ധു ആരെങ്കിലും ആണോ? ഇത് നമ്മുടെ കുടുംബത്തിലുള്ള സ്വന്തം അനിയൻ, അണ്ണന്റെ സ്വന്തം അനിയൻ. പിന്നെ എന്തായാലും വിചാരിച്ചു ഇത്ര നേരമായിട്ട് നിങ്ങള് വെളിയിലോട്ട് വരും. ഇവിടെ ഒരു കണ്ടീഷൻ അല്ലേ, കണ്ടീഷൻ അവർ പണിയെടുക്കുന്ന നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാം. അങ്ങോട്ട് ഈ സൈഡിലോട്ട് അധികം അങ്ങനെ ഒന്നും ഇല്ല. ഈ സൈഡില് നമ്മള് നമ്മുടെ ഒരു എന്താന്നറിയാതെ നമ്മുടെ വെളിയിലോട്ടുള്ള ഇവിടുന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ഷിപ്പിലേക്ക്. നമ്മുടെ സ്റ്റാഫ് ആരെങ്കിലും ഇവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ യൂണിഫോം നമ്മളെ സ്വന്തം ഷിപ്പ്യാർഡാണ് കേട്ടോ. ഏതാണ്? ശരിയാണല്ലോ. ഇത് നമുക്ക് പോളിഷൻ ടെസ്റ്റ്, പിന്നെ തുരുമ്പിച്ച ഇത്, ബാക്കിയുള്ളതൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. മര്യാദയ്ക്ക് 50 ലക്ഷം എടുക്കാൻ. അച്ഛനോടൊക്കെ ചോദിക്കുന്ന പോലെയാണല്ലോ എന്നെ ഏൽപ്പിച്ചിരിക്കണേ. പിന്നെ ഞാൻ ഇവിടെ കിടന്ന് മാടിനെ കണക്ക് പണിയെടുത്തിട്ട് എനിക്ക് 5ന്റെ പൈസ തന്നിട്ടുണ്ട്. മാടിനെ കണക്കാ? എങ്ങനെയായിരുന്നു? ഇങ്ങനെ അലക്കൊക്കെ ചെയ്യുമായിരുന്ന മാടിനെ പോലെ? ആണല്ലേ? ഇത് ഞാൻ അണ്ണനോട് എങ്ങനെ പറയുമെന്ന് അറിഞ്ഞൂടാ അണ്ണാ. അവരൊരു ബിസിനസ് ഡീലിന് വേണ്ടിട്ട് വന്നല്ലേ കൺമണി. അത് അതിന്റെ ഇടയ്ക്ക് എന്തിനാ കൺമണി എന്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുമ്പോ ഇങ്ങനെ കേറി വരുന്നേ? ഞാൻ നല്ലൊരു ശകുനല്ലേ? നീ ശകുനിയാണ്. എന്റെ കയ്യിൽ ഒരു ചെക്ക് ഇരിപ്പുണ്ടായിരുന്നേ, ബ്ലാങ്ക് ചെക്കാണേ. $50 ലക്ഷം നമ്മൾ തമ്മിലുള്ള ഡീൽസ് ഒക്കെ കഴിഞ്ഞോ? അങ്ങനെ കഴിക്കാൻ പറ്റും നമുക്ക്. ഇനിയല്ലേ നമ്മള് കാണാൻ കിടക്കുന്നത്. ആദ്യം തൽക്കാലത്തേക്ക് ഒരു 50 മതി. ഇന്നത്തെ ഇവിടുത്തെ കേസ് ഞാൻ സെറ്റാക്കി തരാം. പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം 50 ലക്ഷം തരാം. അതെനിക്ക് നല്ല വിശ്വാസമായോണ്ടേ. താമസമാണെങ്കിൽ കുഴപ്പമില്ല മിസ്റ്റർ എക്സ്. എന്താ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. എടുക്കട്ടെ പോ. മുടിഞ്ഞു പോണേ. അഡ്വാൻസ് 9,000 അല്ലത് 9,000 ആണ്. ഇനി 49,91,000 രൂപ തന്നാ പോരെ? അത്രന്റെ കാര്യമല്ലേ ഉള്ളൂ. അതിനാണ് ഈ കിടന്ന് ഇത്ര ഇതാക്കുന്നേ. തന്നില്ലേ 9,000? അണ്ണാ ഈ അവസരത്തിൽ ഇത് പറയാൻ പറ്റുമോ അറിഞ്ഞൂടാ അണ്ണാ. കൺമണി കൺമണി ഇപ്പൊ എന്റെ ഇവിടെ പൈസ ഇല്ല. കണ്ണെടുക്കല്ലേ ആരും കേട്ടാ ഇവിടെ വെള്ളത്തിൽ പോയത്. അയാളും ബിസിനസ് ഡീലിങ്ങിന് വന്നേക്കുന്നതാണ്. വെറുതെ നിർത്തി ലാഗടിപ്പിച്ചാലേ പെട്ടെന്നാവട്ടെ. പെട്ടെന്ന് ഒപ്പിടന്നേ പെട്ടെന്ന്. ഒരു സെക്കൻഡ് ഒപ്പിട്ട് തരാം. ആരെങ്കിലും ഇവിടെ പിടിച്ച് വെള്ളത്തിൽ വല്ലോ. അല്ല ഇത് എന്റെ പേന പോക്കറ്റിലുണ്ടായിരുന്നു. പേനക്ക് വരെ തോക്ക് വന്നു. ഫോൺ നമ്പർ മാറ്റമാണെന്ന് തോന്നുന്നു. ഇവിടെ വേറെയാണെന്ന്. ഇവിടെ വേറെയാണ്. ഇവിടെ എന്റെ ഫോണില്ല. ഫോൺ എടുത്തില്ലേ? ഫോൺ എടുത്തിട്ടില്ല. അയ്യോ ഈ പ്രശ്നം തോന്നിയ വന്ന ആളാണ്. കാര്യം 70 വയസ്സുള്ള മരിച്ചു. ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാണ്. ഇതിപ്പോ ഈ അവസരത്തിൽ പറയാൻ പറ്റുവാണ്.
2.5 കിലോ ഇതുമായിട്ടൊരു പയ്യൻ മരിച്ചുപോയി. വെള്ളത്തിൽ വീണ് ഒരു പണിക്കാരൻ ഒന്ന് കേറി വരാമോ? ഇപ്പുറത്ത് വഴിയുണ്ട്, ഇപ്പുറത്ത്. ഇപ്പൊ വരും ഫ്ലൈറ്റ് ഇപ്പൊ വരും. 20 ടൺ വരില്ല അമ്പത്തൂര് ഏൽപ്പിച്ച ഒരാള് പോലും നമ്മുടെ ആർപ്പിക്കാത്ത ഇന്റർവ്യൂ വരാതെ അവരവരുടെ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുക. കണ്ടാ നോക്ക്, നിങ്ങൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്തില്ല. നമ്മളെ ഒരു സാധനം വരുന്നുണ്ട്. എന്റെ ബിസിനസ് എന്ത് അതെ വരുന്നടാ. എന്റെ ആളിയോ എന്താ പോയത്? അതെന്തത്? എന്റെ അതെന്താണോ അമേരിക്ക, ഓസ്ട്രേലിയ എല്ലായിടത്തും എല്ലാ കാഷ്നട്ട്സും നമ്മള് കൊണ്ടുവന്നത് നമ്മുടേതായിട്ടുള്ളൊരു ഫ്ലൈറ്റിലാണ്. സോ ഈ എയർവേസ് അണ്ടർ എത്തിഹാദ് ആണ് ഇത് മാനേജ് ചെയ്യണത്. പക്ഷേ ബ്രാൻഡിങ് മാത്രം നമ്മളാണ്. അമേരിക്കയിലോട്ടുള്ള അമേരിക്കയിലോട്ടുള്ള ലോഡാണ് ഇപ്പൊ. അത് അമേരിക്കയിലോട്ടുള്ള ലോഡാണ്. പക്ഷേ എല്ലാം ഓക്കെ ആണ് വാസു. പക്ഷെ ഒരു ചെറിയ കുറച്ച് ഇതാരാണ് ഈ കൺസ്ട്രക്ഷന്റെ ആള്? ഈ മീൻസിലേക്ക് ഈ ഫാക്ടറി കൺസ്ട്രക്ഷൻ മിസ്റ്റർ എക്സ്, ഞാനൊരു കാര്യം പറയാണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് വളരെ ഒരു ലിമിറ്റഡ് സ്പേസിൽ ഞാൻ വളരെ രഹസ്യമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിയാണ്. നിങ്ങൾക്കത് കാണണമെന്ന് അത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അതെ ഞങ്ങളിവിടെ കൊണ്ടുവന്നത്. ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ ഇവിടെ ചെറിയ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇത് ഇപ്പൊ ഫയർ എഞ്ചിൻ വന്നണ്ട, ഇതെല്ലാം നമുക്ക് തൊട്ടടുത്ത് തന്നെ ആക്സസ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിന്റേതായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ വളരെ ലിമിറ്റഡ് സ്പേസിൽ അതെ ഞങ്ങൾക്ക് ആംബുലൻസ് ഒക്കെ ഉണ്ട് നമുക്ക്. എടാ ആംബുലൻസ് ഒന്ന് വിളിച്ചടാ. ബിസിനസ് പരമായിട്ടുള്ള ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. കാലിഫോർണിയയിലേക്കൊക്കെ അയക്കുന്നില്ലേ? അതെ പിന്നെ അപ്പം അവിടുത്തെ കാലിഫോർണിയൻ കാഷ്യൂ ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ കാഷ്യൂ? ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ സാർ, വേൾഡ് വൈഡ് ഗ്രേഡ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ കൊല്ലം കാഷ്യൂനട്ടിന്റെ അത്രയും ഗ്രേഡ് ക്വാളിറ്റി ഉള്ള കാഷ്യൂനട്ട്സ് ഇല്ല ശരിക്കും പറഞ്ഞ. ഇപ്പോ എല്ലാ സാധനങ്ങളും അമേരിക്കയിൽ നിന്നും പുറത്തുനിന്നും വരുന്ന സാധനങ്ങളാണ് നല്ലതെന്ന് വിശ്വസിക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന ഏറ്റവും നല്ല സാധനങ്ങളാണ് സാർ പുറം രാജ്യങ്ങളിലെല്ലാം ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് വിൽക്കുന്നത്. എക്സാമ്പിൾ സ്പൈസസ്, കാഷ്യൂനട്ട്സ് എല്ലാത്തിന്റെയും നമ്മൾ തന്നെയാണ് അതിൽ മുമ്പിലുള്ളത്. പോർച്ചുഗൽ നിന്നല്ലേ വരുന്നത്? അല്ല, നമ്മുടെ കാഷ്യൂനട്ട്സ് ഫുൾ കംപ്ലീറ്റ്ലി നമ്മൾ ഫ്രം കൊല്ലമാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നമ്മൾ പുറത്തുനിന്നല്ല എടുക്കുന്നത്. നമ്മൾ കൊല്ലത്തുള്ള സാധനങ്ങൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാറുള്ളൂ. ഇമ്പോർട്ടിങ് നമുക്കില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഉൽപ്പന്നം വിദേശത്തേക്ക് കയറി പോകുമ്പോൾ അതല്ലേ നമുക്ക് നല്ലത്. ഞാൻ ചോദിക്കുന്ന മാർക്കറ്റ് കോമ്പറ്റീഷൻ എങ്ങനെയാണ് അവർ മീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചായിരുന്നു സാർ. എനിക്ക് തോന്നുന്നു വാസുവിന്റെ ഈ അഡ്വർടൈസ്മെന്റ് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനിലെ ഒരു ഇതായിട്ട്. കാരണം ഈ ഒരു അഡ്വർടൈസ്മെന്റ് രീതിയിൽ തന്നെ മാർക്കറ്റിൽ നല്ല രീതിയിൽ ഇവര് കോമ്പീറ്റ് ചെയ്ത് നമ്മൾ കമ്പീറ്റ് ചെയ്യുന്നതാണ് അറിയണ്ടേ. ഞാൻ പറഞ്ഞുതരാം. സാറ് മനസ്സിലാക്കേണ്ട കാര്യം, ഈ കാഷ്യൂ ഈ പറഞ്ഞ കാലിഫോർണിയൻ കാഷ്യൂവിന് ഒരു ഫേസ് ഇല്ല. ആക്ച്വലി ഞങ്ങളുടെ കാഷ്യൂവിന്റെ ഫേസ് തന്നെ ഞങ്ങളുടെ വാസുവിനാണ്. ഇത്രയും തങ്കപ്പെട്ട മോന്ത കണ്ടിട്ട് ആർക്കെങ്കിലും വാങ്ങാതിരിക്കാൻ തോന്നുമോ കാഷ്യൂ? സാറിന് എടുക്കട്ടെ. അതിനർത്ഥം അണ്ടിയുടെ മുഖം ഞാനാണല്ലേ? അണ്ടി മുഖം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോസ്റ്റ് അഡ്വർടൈസ്മെന്റിലും മോഡൽസിലും ഉള്ള കോസ്റ്റ് കട്ട് ചെയ്തിട്ട് ആ കോസ്റ്റും കൂടെ ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറിലും അതുപോലെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു അറ്റ്മോസ്ഫിയറിനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അവർക്ക് ഇതുവരെ ഒരു ഫാക്ടറി കുറച്ചുകൂടി വലിപ്പമാകായിരുന്നു. ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഇത് ഭയങ്കര സ്മോൾ സ്കെയിലിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിന് വലിപ്പം കൂട്ടാനും ഇതും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേജിന്റെ അടുത്തോട്ട് വരാൻ പറഞ്ഞത്. സോ എനിക്ക് ഇതിന് ഇൻവെസ്റ്റ്മെന്റ് വേണം. സോ ഞാൻ എന്റെ പ്ലാൻ ക്ലിയർ കട്ട് ആയിട്ട് പറയാം കേജ്. എന്റെ പ്ലാൻ എന്താന്ന് വെച്ചാൽ, ഈ സിറ്റിയിൽ എല്ലാവർക്കും നമ്മുടെ കാഷ്യൂനട്ടിന്റെ കാഷ്യൂനട്ട് അടങ്ങുന്ന ഫുഡ് സപ്ലൈ ചെയ്യാൻ എനിക്കൊരു പ്ലാൻ ഉണ്ട്. സോ എനിക്ക് ഫാക്ടറി വലുതാക്കണം, എംപ്ലോയീസിനെ എടുക്കണം, ഇൻവെസ്റ്റ്മെന്റ്സ് എനിക്ക് വളരെ അധികം ഉണ്ട്. ഇതിന് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഏകദേശം 700 കോടി രൂപയാണ്.
700 to 800 കോടി രൂപയാണ് പുതിയൊരു ഫാക്ടറി റീബിൽഡ് ചെയ്ത് ഇതൊരു ബ്രാൻഡായിട്ട് സിറ്റിയിൽ ഇറക്കി സിറ്റിയുടെ ആൾക്കാർക്ക് ഇത് കൺസ്യൂം ചെയ്യുമ്പോൾ ഫുഡ് കൂടുന്ന രീതിയിൽ ഇതാക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാഷ്യൂനട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് അടങ്ങുന്ന ഒരു ഫുഡ്, അതിൽ ഫുഡും കൂടും വെള്ളം കൂടും എന്നുള്ള രീതിയിൽ ഒരു അണ്ടിക്കഞ്ഞിയും കൂടെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് രണ്ടുമൂന്ന് കാര്യങ്ങൾ സംസാരിക്കും. മിസ്റ്റർ വാസു, നമ്മളിത് ഓക്കെയാണ്, പക്ഷെ നമ്മൾ ഫേസ് ചെയ്യുന്ന രണ്ടുമൂന്നല്ലേ നിങ്ങളുടെ ഇവിടെ എല്ലാം ഉണ്ട് നിങ്ങൾക്ക്, അതായത് ഫയർ ടീം ഉണ്ട്, അല്ലെങ്കിൽ മെഡിക്കൽ ടീം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ ഡോറ് പൊളിഞ്ഞു വീണിട്ട് ഒരു ഫയർ ടീം വരികയോ അല്ലെങ്കിൽ അതെന്താന്ന് അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല. ഇല്ല, ഞാൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആശാരിനെ വിളിക്കുന്നത് ഡോറ് പൊളിഞ്ഞു വീണ. പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫയർ ടീം വരണമെന്നുള്ളതില്ലേ? അങ്ങനെയല്ല സാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ആണല്ലോ വരേണ്ടത് ആദ്യം. അതെ, ആദ്യം ഒരു ഓഫീസിൽ ഒരു ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ ആദ്യം എത്തേണ്ട ഫയർ ടീം അല്ലേ? ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾ പറയണത് പോലെ ഒരു വെൽ ഓർഗനൈസ്ഡ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്താ പറയാ, നിങ്ങൾ ഈ പറയണ ഒരു കുറ്റവും കുറവും ഇല്ലാത്ത ഒരു ഫാക്ടറിയാണ് ഇതെങ്കിൽ നിങ്ങളെ എനിക്ക് ഇവിടെ വിളിച്ചോണ്ട് നിർത്തേണ്ട ആവശ്യമുണ്ടോ? മനസ്സിലായി. ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയേ ഉള്ളൂ. അല്ല, സെക്കൻഡ് തിങ് ഒരു കാര്യങ്ങളുണ്ട്. ആക്ച്വലി ഓക്കെയാണ്, ബാക്കിയൊക്കെ ഓക്കെ. പക്ഷെ ഈ ഫാക്ടറി ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിന് പറ്റിയൊരു ഫേസ് ഇല്ല. അതാണ് സംശയം ചോദിച്ചോട്ടെ, അത് മിസ്റ്റർ എക്സിന്റെ ആരാധന പറഞ്ഞേ? ഇത് എന്റെ ഒരു ഫ്രണ്ടാണ്, ഫ്രണ്ടാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. മിസ്റ്റർ പാർട്ണർ, അത് ഒരു കാര്യം പറയാം. അതായത് നമ്മൾ ഇവിടെ ഇത് നല്ല രീതിയിൽ വലിയ ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മിസ്റ്റർ എക്സിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമുണ്ടോ? അതെ, നിങ്ങൾ ഇവിടെ വിളിച്ചോണ്ട് നമ്മൾ തന്നെ നിങ്ങൾ ഇത്രയും ഇന്റർനാഷണൽ ബ്രാൻഡ് എന്നുള്ള ഒരു ഫേസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. അല്ലല്ല, ഈ ഇന്റർനാഷണൽ ബ്രാൻഡ് എന്നല്ല ഞങ്ങൾ പറയണത്. ഞങ്ങളുടെ പ്രോഡക്ട്സ് വിൽക്കുന്നത് ഇവിടെയല്ല. ഇവിടെ പ്രോഡക്ട്സ് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നോക്കണത്. ഞങ്ങൾ ഇന്റർനാഷണലി ഇത് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതായതുകൊണ്ട് എക്സ്പോർട്ടിങ് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ്. അതായത് ഞങ്ങൾക്കുള്ള സൗകര്യത്തിൽ ഞങ്ങളിത് പുറത്തെ മാർക്കറ്റാണ് കൂടുതൽ നോക്കുന്നത്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് വെൽ സെറ്റിൽഡ് ഒരു വെയർ ഹൗസോ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയോ അല്ല ഞങ്ങളുടെ. ഇതിന്റെ അതായത് ഇത് നമുക്ക് കുറച്ചും കൂടി വിപുലീകരിച്ച് പണിയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫാക്ടറിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ആക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റും ബാക്കിയുള്ള കാര്യങ്ങളും നോക്കുന്നത്. അതായത് നമ്മുടെ സിറ്റിസൺസിന് കൊടുക്കാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ കയ്യിലാണെങ്കിൽ റോ മെറ്റീരിയൽസ് ഒക്കെ ഭയങ്കര കുറവാണ്. അപ്പം ഇവിടെ സിറ്റിസൺസിന് വെക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ലാഭം ഇപ്പൊ നമുക്ക് പറ്റത്തില്ല. നമ്മുടെ ഈ സ്റ്റേറ്റിൽ എക്സ്പോർട്ട് ചെയ്യുന്നതാണ് നമുക്ക് കുറച്ചുകൂടെ ലാഭം. അതുകൊണ്ടാണ് ഇപ്പൊ എക്സ്പോർട്ട് ചെയ്യുന്നത്. സിറ്റിസൺസ് ഇവിടെ ലഭിക്കാം. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എല്ലാ ബിസിനസ്സുകളും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ഉണ്ട് കേസ്. നമ്മുടെ നാട്ടുകാർക്ക് എന്തുകൊണ്ട് നമുക്ക് എ ഗ്രേഡ് സാധനങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല? ചോദ്യമാണ്. അതിനുള്ള ഒരു ഉത്തരമാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ നമ്മൾ വാസുവൻ ഉദ്ദേശിക്കുന്നത് കേസ്. അതായത് നമ്മുടെ നാട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ഏറ്റവും ഹൈ ക്വാളിറ്റി സാധനം നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഒരു സ്റ്റേജിൽ നമുക്ക് അത് എക്സ്പോർട്ട് ചെയ്യാതെ നമുക്ക് അതിൽ ഒരു പ്രോഫിറ്റ് കിട്ടില്ല. അതാണ് നമ്മുടെ എയിം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ എക്സിനെ കാണണം എന്ന് നമ്മൾ പറഞ്ഞത്. അല്ല മിസ്റ്റർ എ പി, അപ്പൊ നമ്മൾ ഇത്രയൊരു മണി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സിമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഫസ്റ്റ് സ്ട്രാറ്റജി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ കറന്റ് നമ്മൾ ഈ പറയുന്ന കാഷ്യൂ നട്ട്സ് നമുക്ക് അക്വയർ ചെയ്യേണ്ടിയാണ് വരുന്നത്. അതായത് ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാംസിൽ നിന്ന് നമ്മൾ അക്വയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടേതായ സ്വന്തം സ്ഥലങ്ങൾ, അതായത് നമ്മുടേതായ സ്വന്തം ഫാമുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവിടെ കിട്ടുന്ന ഓരോ കാഷ്യൂവിൽ നിന്നും മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ. അതിന്റെ ഒരു ഫാം എന്ന് പറയുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ടല്ലോ. ഒരു ഫാമിലൊരു ഇതിപ്പോ നിങ്ങൾ ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഒരു മിനിമം ഒരു 4 to 5 years എടുക്കില്ലേ അത് ക്യാഷ് ആയി വരാൻ? നമുക്ക് ഓൾറെഡി ഹൈബ്രിഡ് മരങ്ങൾ ഉള്ള കാലമാണിത്. അതുപോലെ തന്നെ നമ്മളത് ഫ്യൂച്ചറിസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് അത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി സപ്ലൈസ് ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് പോയി കളക്ട് ചെയ്ത് നമ്മൾ അവിടുന്ന് വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത്. സോ ഈ ഫാം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് നോക്കുന്നത്. അത് മാത്രമല്ല, വാസുവിന്റെ ഐഡിയ ഇല്ലായിരുന്നു വാസുവിനെ ഹൈബ്രിഡ് മരങ്ങൾ. അതെ, നമ്മുടെ ഹൈബ്രിഡ് മരമാണ് സാർ. കാലം കുറേ ഇതിന്റെ പുറകില്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ എല്ലാ വശങ്ങളും അറിയാം. അതുകൊണ്ടാണ് പറയണത്. സോ ഈ മാർക്കറ്റ് വൈഡാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു സാധനം നമ്മുടെ നാട്ടിൽ സ്വർണം പോലെ വിരിയുമ്പോഴേ
ബാക്കിയുള്ളിടത്ത് പോയി നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറയുന്നതാണ് വില. നാളെ ഇതിന്റെ എന്താണ് ഇതിന്റെ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്? മീൻസ് ലൈക്ക് നാച്ചുറൽ ആയിട്ടുള്ള അത് നമ്മുടെ ട്രേഡ് അത് മെയിൻ ഉള്ള ഒന്നാമത്തെ കാര്യം. അതെനിക്ക് റിവീൽ ചെയ്യണമെങ്കിൽ മിസ്റ്റർ എക്സ് എന്നോട് എസ് പറയണം. വെയിറ്റ് ചെയ്യാം, 2-3 കാര്യങ്ങളോട് ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാം. അല്ല അപ്പൊ ഓക്കെ, ബിസിനസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഓക്കെ. നിങ്ങൾ സ്ട്രക്ചർ വൈസ് എന്തെങ്കിലും ചേഞ്ചസ് ഉദ്ദേശിക്കുന്നുണ്ടോ നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ? ഉണ്ട് ഉണ്ട് മിസ്റ്റർ പാർട്ണർ. ആക്ച്വലി നമ്മൾ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങില്ല. അതിന് മുന്നേ താങ്കൾ ഇടയ്ക്ക് കയറി വീണ് കഴിഞ്ഞു. കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഒന്നാമത്തെ കാര്യം പറഞ്ഞു തീർത്തിട്ടില്ല. മെയിൻ കാര്യം ഒരു കാര്യം, നിങ്ങൾ ഈ ഫുഡ് പ്രോഡക്ട്സ് മാത്രമാണ് ഇതിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കരുത്. സോ ഫെനി എന്ന് കേട്ടിട്ടുണ്ടോ? സോ കാഷ്യൂനട്ടിൽ നിന്ന് നമുക്ക് കാഷ്യൂവിൽ നിന്നും നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലിക്കർ കൂടിയാണത്. സോ ഈ ലിക്കറിന്റെ സപ്ലൈ കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ട്. ഓൾ ഓവർ ദ സിറ്റി. ഇതുവരെ നമ്മളിത് വെളിയിൽ കൊടുത്തു തുടങ്ങിയിട്ടില്ല, പക്ഷേ ഇത് കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. നമ്മളിത് ഓൾറെഡി ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയ കാര്യമാണ്. സോ ഈ ഒരു ഫാക്ടറി നമ്മൾ കുറച്ചുകൂടി വിപുലീകരിച്ച് പണിയാണെങ്കിൽ, നിങ്ങളുടെ സൈഡിൽ നിന്ന് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുവാണെങ്കിൽ, നമുക്ക് ആൽക്കഹോൾ സൈഡിലും ഈ പറയുന്നത് ഒരു കാര്യത്തിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. അല്ല, നമുക്ക് അതിന്റെ ഒരു ക്വാളിറ്റി ചെക്കിങ് സാധ്യമാണ്. ഞാൻ ചെക്ക് ചെയ്തോളാം. പിന്നെ അതിനൊക്കെ നമ്മൾ വേണം കേജിനെ തന്നെ അവിടെ നിർത്താൻ റെഡിയാണ്. അതല്ല, നമുക്കൊരു സാമ്പിൾ ബോട്ടിൽ അങ്ങനെ സാമ്പിൾ ബോട്ടില് ഒരു സെക്കൻഡ്. നമ്മുടെ മാനേജർ അമ്പത്തൂർ എന്തേ? അമ്പത്തൂർ വീട്ടിലെങ്ങാണോ ആ നമ്പർ എടുത്ത് വാറ്റുകോക്കുവിന്റെ കറക്കി വിളി. പയ്യനെ വിളിക്കേണ്ടി വരും മിക്കവാറും. അമ്പത്തൂർ വന്നോ? ഞാനങ്ങ് പോയില്ല, എന്തായാലും നമുക്ക് അതിന്റെ കാര്യം കൂടി നോക്കാം. സോ ഞങ്ങക്ക് ഈ പറയണത് ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മുടെ ഫുഡ് നമ്മുടെ സിറ്റിയിലുള്ള ആൾക്കാർ കഴിക്കുക, അതുവഴി അവരുടെ ഫുഡും ഇതും കൂടുക, അതിൻ്റെ കൂടെ തന്നെ ഫുഡും വെള്ളവും കൂടുന്ന ഒരു സാധനമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലത്തെ ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കറണ്ട്ലി ഇപ്പം നമ്മുടെ സിറ്റിയിൽ ബർഗർ ഷോപ്പ് ഉണ്ട്, ആൾക്കാരുണ്ട്. അവരാണ് ഇപ്പം കറണ്ട്ലി നമ്മുടെ സിറ്റിയിൽ ഫുഡ് സപ്ലൈ ചെയ്തോണ്ടിരിക്കണേ. സോ അവർക്കൊരു ഇപ്പൊ കോമ്പറ്റീഷൻ ഇല്ല സിറ്റിയിൽ. അവര് ഏകപക്ഷീയമായിട്ടാണ് ഇപ്പം സത്യം പറഞ്ഞ ഈ മാർക്കറ്റ് ഭരിച്ചോണ്ടിരിക്കുന്നത്. സോ അവിടേക്ക് ഒരു കോമ്പറ്റീഷൻ കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യം, ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യം ആരെയും ബാധിക്കുന്ന കാര്യമല്ല. സോ ഇത് എനിക്ക് നന്നായിട്ട് കൊടുക്കാമെന്ന് തോന്നുന്നു, നമുക്ക് ചെയ്യാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് ഇതിനെ പറ്റി ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാൽ നമ്മളെ അവർക്ക് പറയാം. നമ്മുടെ സൈഡിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ അപ്പൊ പറഞ്ഞോ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ആംബുലൻസ് കേട്ടോ, നമ്മുടെ കമ്പനിയുടെ ഒഫീഷ്യൽ. അപ്പം കേസ് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിൻ. അതായത് നമ്മളൊരു കാഷ്യൂനട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് വരും അല്ലേ? എന്തിനാ അതിന്റെ ഫ്രൂട്ട് വേസ്റ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ മെയിൻ പ്ലാൻ എന്താന്ന് പറഞ്ഞാൽ, വാസുവിന്റെ ഐഡിയയിൽ തോന്നുന്ന ഒരു പ്ലാൻ ആണ്. അതായത് അതിന്റെ ഫ്രൂട്ട് കൊണ്ട് ഒരു സെപ്പറേറ്റ് ഒരു ബിസിനസ്, അതിന്റെ കാഷ്യൂന്റെ തോടില്ലേ, ആ തോട് കൊണ്ട് വരെ നമ്മൾ ബിസിനസ്സുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തിന്? ഇപ്പം ഈ മരങ്ങൾ വെട്ടിമുറിച്ച് പലതും ചാർക്കോളായിട്ട് ഉപയോഗിക്കുന്നില്ലേ, അതെല്ലാം നമുക്ക് മാറ്റിയിട്ട് എന്തുകൊണ്ട് ഈ കാഷ്യൂനട്ടിന്റെ മറ്റേ തോട് ഉപയോഗിച്ചിട്ട് ഒരു ചാർക്കോൾ ഉണ്ടാക്കിക്കൂടാ? നല്ലൊരു ഐഡിയ ആണ്. അതെ, നമുക്ക് ഈ മരങ്ങൾ വെട്ടിമുറിക്കുന്നതൊക്കെ നമുക്ക് നിർത്താൻ സാധിക്കും. അതെ, തീർച്ചയായും. അതുപോലെ അങ്ങനെ ഒരുപാട് ഐഡിയാസ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളൊരു വാസവന്റെ ഒരു ക്ലിനിക്കിൽ കണ്ടുപിടിച്ചൊരു സംഭവമുണ്ട്. അതായത് ഈ പറങ്കാപ്പഴത്തിൽ നിന്നും കറയില്ലാതെ എങ്ങനെ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്യാം. ആ ടെക്നോളജി വരെ നമ്മുടെ കയ്യിൽ പേറ്റന്റ് ആയിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ നമ്മളത് ആർക്കും കൊടുത്തിട്ടില്ലത്. ആ ടെക്നോളജി കണ്ടുപിടിച്ചപ്പോ തന്നെ വാസവൻ അത് പേറ്റന്റഡ് ആക്കിയത്. ഇത്രയും കാര്യമായിട്ട് അത് ആലോചിക്കണ്ടല്ലോ. നമുക്ക് ആ പഴം എടുത്ത് പിഴിഞ്ഞെടുത്താ പോരെ, അതില് കറ വരില്ലല്ലോ. പഴുത്ത പഴം ജ്യൂസ് കുടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു, അതിന്റെ കുഴപ്പമാ. മാറ്റി അതെ അതെ, നമ്മുടെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഇത്രയുള്ള കേസ്. നമ്മുടെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഇത്രയുള്ള കേസ്. നമ്മളൊരു ഫ്രൂട്ടിൽ നിന്ന് 0 വേസ്റ്റേജില് മാക്സിമം ഔട്ട്പുട്ട്. അതാണ് നമ്മുടെ ഐഡിയ. അതെ, ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് ശരിക്കും ആവശ്യം. ഫ്രൂട്ടിന്റെ അറൗണ്ട് ഇൻവെസ്റ്റ് മണി എത്രയാണെന്ന് പറഞ്ഞത് നിങ്ങളുടെ ടോട്ടൽ ഫണ്ടിങ്? 800 CR. അല്ലല്ല, ഞാൻ പറയട്ടെ, 700 CR ആണ് ഞങ്ങൾക്ക് ഇപ്പൊ ലാക്ക് ചെയ്യണം. ഞങ്ങൾ 100 CR ഓൾറെഡി നമ്മള്
കമ്പനി ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് 100 CR ഞങ്ങളുടെ ഓൾറെഡി ഉണ്ട്. ടോട്ടൽ ഇതിന്റെ ചെലവാണ് ഞാൻ പറഞ്ഞത് 800 CR. 700 CR ഇനി ഞങ്ങൾക്ക് റൈസ് ചെയ്യേണ്ട ഫണ്ടാണ്. റൈസ് ചെയ്യണം. ഓക്കെ മനസ്സിലായി. ഷാജി ഒരു മിനിറ്റ്. ബ്ലാക്കും വരും സംസാരിക്കട്ടെ ബാബാ. അപ്പൊ ഇവന്മാരെ ലൈവ് ഇടുന്നതല്ലേ? ചോദിച്ചപ്പോഴത്തേക്കേ ഇനി ഇന്ന് അവന്റെ ദിവസമല്ലടാ, നമ്മള് നാളെ വരട്ടെ. അവരവരുടെ ഡിസിഷൻ പറയട്ടെ, നോക്കാം. മാറ്റി നിർത്തി അവർ അതൊരു പണിയാ. വാസവണ്ണ ആ കൺമണിയെ പിടിച്ചിരുത്തി മിസ്റ്റർക്ക് സംസാരിക്കുന്നു. ചെല്ലി ഞാൻ നമ്പല്ലേ? ഒരു മിനിറ്റ് കൺമണി ഒന്ന് തിരക്കാണോ? കൺമണി തിരക്കാണോ? ഒരു കാര്യം അയ്യോ അല്ല, എന്റെ അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസ് ഒന്നും എടുത്താൽ വേണ്ട. ഞങ്ങളുടെ തന്നെ കുറച്ച് കാര്യങ്ങളെ ചോദിച്ചിട്ട് ഇപ്പൊ വിടാം. എമർജൻസി ആയിട്ട് 1 CR സ്റ്റാഫിനൊക്കെ കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അതെ കേസ് അതല്ല കേസ്. ഇപ്പൊ കൺമണി വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വലിയൊരു ലോഡ് പോയി കഴിഞ്ഞാൽ വലിയൊരു നഷ്ടത്തിലേക്ക് ഞങ്ങൾ പോകും. അതെ നോട്ട് ചെയ്തിട്ട് ഒരു മിനിറ്റ് സാർ, എന്നാ സർ ചെക്ക് ഒപ്പിട്ട് തന്നാ മതി 1 CR. തരാ കൺമണി. കൺമണി വരും. കൺമണി സാർ നമ്മുടെ ഗസ്റ്റ് വിളിച്ചു. സാർ ഒരു മിനിറ്റ് ഇപ്പൊ വരാതെ. ഒത്തിരി പിടിക്കണോ? അപ്പൊ ഒന്ന് വരൂ. അപ്പൊ കൺമണി ഒന്ന് വരൂ. കൺമണി ഒന്ന് വരൂ. തിരിച്ചു കൊടുക്കേണ്ട സാധനം. എന്താ കൺമണി നിന്റെ പ്രശ്നം? അയ്യോ ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ചോദിച്ചു നോക്കി ആ ലൂണയ്ക്ക് ഞാൻ ഒരു ഫോട്ടോ മാത്രമേ ഇപ്പൊ അയച്ചു കൊടുത്തോളൂ. ഏത് ഫോട്ടോ? ഗാന്ധിജി നമ്മുടെ വാസുവിന്റെ അണ്ടി കഴിക്കുന്നേ. അവരെന്റെ അടുത്ത് നമ്മുടെ കമ്പനിയെ കുറിച്ച് ചോദിക്കുമായിരുന്നു. ഞാൻ നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വാസുണ്ണ ഇവിടെ ഒന്ന് ഒപ്പിട്ടെ. ഇതിൽ ഗാന്ധിജി കഴിച്ചോ വാസുവിന്റെ അണ്ടി? ആ പിന്നെ കഴിച്ചു. സത്യാഗ്രഹം കഴിഞ്ഞിട്ട് അതല്ലേ കഴിച്ചോണ്ടിരുന്നത്. നമ്മുടെ മെന്നിയണ്ണന്റെ കോണ്ടാക്ടിൽ വന്നതാണ്. വേറെ ആരെങ്കിലും കഴിക്കുന്ന ഫോട്ടോ കയ്യില്? ഉണ്ട്. ആരുടെ കയ്യിലുള്ള? പണ്ട് കാർലോയൊക്കെ വന്ന് എന്റെ കൂടെ ഇരുന്ന് കഴിച്ച ഫോട്ടോസ് ഉൾപ്പെടെ ഉണ്ട്. ഞാൻ അയച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നിങ്ങൾ വന്ന് ഇടയ്ക്ക് കയറിയ. അതൊരു ക്വാളിറ്റി അല്ലേ ബോസ്? വേറെയുള്ള ആൾക്കാർ പോലും നമ്മുടെ ക്വാളിറ്റിയുള്ള അണ്ടി കഴിക്കാനായിട്ട്. കൺമണി ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ബിസിനസ് പ്രപ്പോസൽ വന്നത്. എനിക്ക് മനസ്സിലാക്കണം. പാസ്വേഡിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? കൺമണി ഇത് അവരുടെ കയ്യിൽ നിന്ന് ഡീല് റെഡി ആയാൽ കൺമണിയുടെ എമൗണ്ട് ഞാൻ സെറ്റിൽ ചെയ്തിരിക്കും, ഉറപ്പാണ്. അറിയാലോ, എനിക്കറിയാം, അതൊക്കെ എനിക്കറിയാം. എന്തേ ഒപ്പിട്ടെ, ഞാനിപ്പോ സെറ്റാക്കി തരാനേ. ഒപ്പിട്. ഞാനെന്താ സാക്ഷി ഒപ്പിടുന്നത്? മതി വാ പോവാം. കണ്ടിന്യൂ. എന്തെങ്കിലും വിഷമമുണ്ടോ? വിഷമൊന്നുമില്ല. വാസുമന്റെ മനസ്സിൽ പറയുമായിരുന്നു കൺമണിനെ ഡെയിലി ഇങ്ങനെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള മിസ്സിംഗ് ആണ് അത്. മനസ്സിലായത്? കണ്ടില്ലേ കണ്ണിലെ കണ്ണീര് കണ്ടില്ലേ? അങ്ങനെയാണെങ്കിലേ അടുത്ത മാസം നമ്മുടെ കല്യാണമാണെന്ന്. എന്തിന്? മെസ്സി എന്നൊക്കെ പറഞ്ഞു. ആർക്ക്? അപ്പാപ്പൻ പറഞ്ഞു. അപ്പാപ്പ നിങ്ങൾക്ക് അങ്ങനെയല്ല കൺമണി ഞാൻ പറഞ്ഞേ. മോളെ മിസ്സാവും എന്നാ ഉദ്ദേശിച്ചത്, മനസ്സിലായോ? അതെ മോളെ ഇവിടെ കണ്ടില്ലെങ്കിൽ മിസ്സാവും എന്നാ പറഞ്ഞേ അല്ലേ? 100 കോടി 1000. പിന്നെ കൺമണിക്ക് എത്ര കോടിയാ കിട്ടാനുള്ളേ? എത്ര കറക്റ്റ് കണക്ക് പറ കൺമണി. കൺമണി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 5-6 വർഷത്തെ സമയത്തേ ഇല്ല. കൺമണി ഒരു എമൗണ്ട് പറ. അതെ, ഒറ്റ എമൗണ്ട്, ഒറ്റ ചെക്ക്. കണക്കൂട്ടാൻ സമയം എടുക്കും. ഓക്കെ, കൺമണി കണക്ക് കൂട്ടിയിട്ട് പറ, നമുക്ക് സെറ്റിൽ ചെയ്യാം. അതെ, കൺമണിക്ക് ഡിവോഴ്സ് കൊടുക്കാൻ എത്ര കോടി? സോറി, ഡിവോഴ്സ് അല്ല, തെറ്റിപ്പോയി. എന്ത് കിട്ടാനുള്ളേ?
എന്തുവായിരുന്നു കൊടുക്കാനുള്ള കൺമണി വാസുവിനെ? ഒന്നും കൊടുക്കാനില്ല. തരാനുണ്ടായിരുന്നു, എനിക്ക് സാലറി തരാനുണ്ടായിരുന്നു. സാലറി ആയിരുന്നു കൊടുക്കാനുണ്ടായിരുന്നേ. അതെ. അതെ. പിന്നെ അപ്പാപ്പൻ എന്തോ വിചാരിച്ചു ഇത്ര നാള്? ഒന്നുമില്ല വാസുവിനെ. കൺമണിക്ക് എത്ര സാലറി കിട്ടാറുണ്ട്? എനിക്ക് കുറച്ചധികം സാലറി കിട്ടാനുണ്ട്. എത്ര ഉണ്ടെന്ന് പറഞ്ഞോ? കൂട്ടി പറഞ്ഞോ? മാസം 50 ലക്ഷം വെച്ച് ഒരു 5-6 വർഷം ആവുമ്പോ എത്ര രൂപയാവും? വാസുവിനെ നോക്കുകൂലിയൊക്കെ തുടങ്ങി ഇപ്പം. 5-6 വർഷം പണി കണക്ക് പറയാനാണെങ്കിൽ നിക്ക് മിസ്റ്റർ എന്തുവാ കൺമണി തമാശ? 9 കൺമണി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, 2 കൊല്ലത്തെ ഫുൾ പേയ്മെന്റ് ഓക്കെ ആണോ? ബാക്കി എന്റെ 3 വർഷവും. കൺമണിയുടെ 3 വർഷം ഇനി ഞങ്ങൾ 3 വർഷത്തെ എഗ്രിമെന്റ് വരാം. ഓക്കെ ആണോ? ഒരു മിനിറ്റ് കൺമണി. വാസു തിരക്കിലാണോ? അല്ലല്ല പറ. വാസുവും മിസ്റ്റർ എ പിയും ഒന്ന് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊന്ന് കൺഫേം ആക്കുന്നു. കണ്ണാപ്പി വരുന്നുണ്ട്. ഒറ്റയ്ക്ക് പോക്കോളെ. അങ്ങോട്ട് പോവാന്ന് പറഞ്ഞ 1 മിനിറ്റ് എന്ന് പറഞ്ഞേ. ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കിന് കൺമണി കരയണം. അവളെ കൊണ്ടുപോയി എന്തെങ്കിലും പറഞ്ഞ് അവൾ വാ തുറക്കാൻ സമ്മതിക്കരുത് കേട്ടാ. കരയിപ്പിക്കണം. ആ അതെ, ഞാൻ സാർ കേട്ടല്ലോ അത്. പോട്ടോ. ഞങ്ങൾക്ക് ബിസിനസ് ഇഷ്ടമായി, എല്ലാ കാര്യങ്ങളും ഇഷ്ടമായി. കുറച്ച് കൺസേൺസ് നമുക്ക് അറിയിക്കാനുണ്ട്. അതും കൂടി നിങ്ങൾക്ക് അത് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഇവിടെ ഒരു അഡ്വാൻസ് നിങ്ങൾക്ക് തന്നിട്ട് നമുക്ക് ഇത് ഡീല് ഉറപ്പിക്കാം. ഓക്കെ. ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മിസ്റ്റർ ഷാജി പാപ്പനാണ് ഏൽപ്പിച്ചത്. ഇതിൽ ഷാജി ഇതിന്റെ എല്ലാ കാര്യങ്ങളും ടേക്ക് ഓവർ ചെയ്തിട്ട് നടത്തിക്കോളൂ. നിങ്ങൾക്ക് എന്താ ആവശ്യമുണ്ടെങ്കിൽ ഷാജിനെ കോൺടാക്ട് ചെയ്യും. ഷാജിക്ക് ഉള്ള കൺസേൺസ് എല്ലാം പറഞ്ഞോളൂ. വാസനോട് പറഞ്ഞത് സംസാരിക്കാം. നമ്മുടെ ഫസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ വെൽഫെയർ ആണ്. ഓക്കെ. ഇപ്പം ഐ തിങ്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നത് പഴയ മോഡൽ ട്രക്സ് ഒക്കെയാണ്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഹൈലി അഡ്വാൻസ്ഡ് വെഹിക്കിൾസ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് അതിലോട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. ഇൻവെസ്റ്റ്മെന്റ് കൺസേൺസ് പറഞ്ഞിട്ട് നിങ്ങൾ അത് ഓക്കെ ആണോ, നിങ്ങൾ അത് വില്ലിംഗ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഫാക്ടറി ഐ തിങ്ക് ഇപ്പൊ ഇത് കുറച്ച് കൺജസ്റ്റഡ് ഫീൽ ആണ്. ഇപ്പൊ നമ്മുടെ ഒബിയസ്ലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ സൈഡ് ആയാലും കുറച്ചുകൂടെ എന്താണ് പറയാ കുറച്ചുകൂടെ വലുതാക്കേണ്ടി വരും. അപ്പൊ ഒബിയസ്ലി ഒരു കാര്യം ഷാജി പാപ്പൻ ഞങ്ങൾ പറയുന്നത് ചെവി കൊണ്ട് തന്നെ അല്ലേ? അല്ല, ഞാൻ അതാണ് ചോദിക്കുന്നത്. ഇവിടെ തന്നെ ആണോ നിങ്ങൾ ഇത് റീബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പറയണതാണ് ശരിക്കും ഞങ്ങളുടെ എക്സ്പാൻഡ് ചെയ്യേണ്ട പ്ലാൻസ്. അതിലെനിക്ക് ഡൗട്ട് ഉള്ളത് ഇവിടെ തന്നെ ആണോ ബിൽഡ് ചെയ്യുന്നത്, അതോ കുറച്ചും കൂടി ഐഡിയൽ ആയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ലൊക്കേഷനിലാണ് നോക്കുന്നത്. അതിന് വേണം നമുക്ക് മിസ്റ്റർ ഹെൽപ്പ് വേണം. കാരണം റിയൽ എസ്റ്റേറ്റ് ഏരിയ അതല്ല കേസ്, നിങ്ങളുടെ ഹെൽപ്പ് അതിൽ നമുക്ക് ആവശ്യമുണ്ട്. റിയൽ എസ്റ്റേറ്റ് നമുക്ക് നമ്മുടെ ആയിട്ടുള്ള കുറെ അതെ, ഇതിന് ഐഡിയൽ ആയിട്ടുള്ള സ്പേസും സ്ഥലവും നിങ്ങൾ തന്നാ മതി. ശരിയാക്കാം. ഓക്കെ, ഇതാണ് കൺസേൺ. പിന്നെ നമുക്ക് എവിടേക്ക് എന്തൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്കത് ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾക്ക് തോന്നിയ ഡൗട്ട് മിസ്റ്റർ വാസുവിന്റെ പി അല്ലേ കൺമണി? അതെ. അല്ല അതെ ആണോ? ഇപ്പോഴേ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പന്റെ ഹിയറിംഗ് എയ്ഡ് എന്റെ കയ്യിലിരിക്കണം. അത് പോക്കറ്റിൽ എടുത്ത് അത് വെച്ചേ ആൾക്ക് കറക്റ്റായിട്ട് ഹിയറിംഗ് എയ്ഡ് വെച്ചില്ല കേൾക്കില്ല ചില സമയത്ത്. അതാണ് മിസ്റ്റർ വാസു വന്നപ്പം കൺമണി ചൂട്ടിക്കാട്ടിട്ട് ചോദിച്ചു ഇതാരാണെന്ന്. അപ്പം വാസു കൺമണിയോട് നമ്മൾ സംസാരിച്ചപ്പോൾ ഏകദേശം 5 years ആയിട്ട് ഈ കമ്പനിയിൽ പി ആയിട്ട് വർക്ക് ചെയ്യുന്നു. അല്ലല്ല, കൺമണിയല്ല ഞാൻ ചോദിച്ചത്. ഞാൻ പെട്ടെന്ന് എനിക്ക് അവിടെ നിന്ന് കണ്ടപ്പോ ഈ മേഡത്തിനെ രണ്ടുപേരുടെയും ഏകദേശം മുടിയുടെ കളർ ഇതെല്ലാം ലുക്സ് ഒക്കെ സെയിം ആയിട്ട് തോന്നി കേട്ടോ. എനിക്ക് മുടിയുടെ കളറിലെ ലുക്സ് ഒക്കെ സെയിം ആയിട്ട് തോന്നി. അപ്പൊ ഇത് കൺമണിയാണോ? ഞാൻ പെട്ടെന്ന് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഇതിപ്പോ കൺമണിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കൺമണിയെ ഞങ്ങൾ തമ്മിൽ നല്ല ആ ഒരു ബന്ധം ഇതൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഞാൻ കൺമണിയെ എടാ പോടാതൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് കയറി പുള്ളിക്കാരിയെ ഞാൻ അങ്ങനെ വിളിച്ചാൽ നിങ്ങളുടെ കൂട്ടത്തിൽ വന്ന ഒരാളെ ഞാൻ അങ്ങനെ വിളിച്ചാൽ ബാഡായിട്ട് ഫീൽ ചെയ്യില്ലേ? അതുകൊണ്ട് അത് കൺഫേം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ആരാ എന്ന് എടുത്ത് ചോദിച്ചത്. ആക്ച്വലി ഈ ഇടയ്ക്കിടയ്ക്ക് കൺമണി ഒരു 1 CR ചെക്കിന്റെ കാര്യം പറഞ്ഞു. അതെന്താണ്?
ഈ 1 CR ചെക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താ പറ്റിപ്പോയെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ടാക്സും ബാക്കി കാര്യങ്ങളും എല്ലാം കൊടുത്ത സമയത്ത് നമ്മളൊരു ചെക്ക് കൊടുത്തത് ബൗൺസ് ആയി പോയായിരുന്നു. സോ കമ്പനിയുടെ പേരിൽ നമ്മളൊരു അക്കൗണ്ട് ഉണ്ട്, അതുപോലെ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടും ഉണ്ടായിരുന്നു. സോ ഈ മണിയുടെ ആ ഒരു വർഷം നമുക്ക് വിളവെടുപ്പ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് പുറം രാജ്യത്തോട്ട് അയച്ച് കുറച്ച് ഫണ്ടിൽ ഈ പറയണതുപോലെ എൻ്റെ അക്കൗണ്ടിൽ കുറേ കമ്പനി അക്കൗണ്ടിൽ ഒരുപാട് ഫണ്ട് വന്നപ്പം അത് എൻ്റെ അക്കൗണ്ടിലോട്ട് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഞാൻ കൊടുത്ത 1 CR ഈ 1 CR ചെക്ക് കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നായിരുന്നു. ഈ സാധനം കൊണ്ടുവന്ന് ചെക്ക് കൊണ്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ അത് മടങ്ങിപ്പോയി. സോ എനിക്ക് അത് പേ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അക്കൗണ്ട് ഇതുവരെയും അവർ ഇതാക്കി തന്നിട്ടില്ല. സോ എല്ലാം എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ തന്നെ കിടക്കുന്നത്. അപ്പോൾ കുറച്ച് നാൾ കൺമണി ലീവും ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ കൊടുക്കണം എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞു. അതാണ് ഈ 1 CR കേസ്. വേറൊരു കാര്യം കൂടെ ഉണ്ട്, പക്ഷെ അത് നിങ്ങളുടെയൊക്കെ ഡിസ്ക്ലോസ് ചെയ്യാം ഞാൻ. അത് നമ്മൾ വാസ്മൻ അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല വാസ്മൻ. എല്ലാം ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം. അതായത് വാസ്മന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ 1 കോടിയുടെ ചെക്ക് നമ്മൾ കൊടുത്തത് കൺമണിയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അതാ പറഞ്ഞ വാസ്മനെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കൺമണിയുടെ അമ്മ ഇന്നിപ്പോ നമ്മുടെ കൂടെ ഇല്ല. ആ കുട്ടിക്ക് അതൊരു ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. അത് ആ ഒറ്റ കാരണം കൊണ്ട് അവളുടെ മാനസിക നില മുഴുവൻ തെറ്റി. ആക്ച്വലി ഇപ്പം പുള്ളിക്കാരി ഞാൻ നേരത്തെ അല്ല എന്ന് പറഞ്ഞതിനൊരു കാരണം ആക്ച്വലി ഷീസ് നോട്ട് എ PA എനിമോർ. പക്ഷേ കാരണം ഇത്രയും വലിയൊരു കമ്പനി അത് മാനസികമായി ഇതില്ലാത്തൊരു കുട്ടിയെ നമുക്ക് ഏൽപ്പിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് അല്ല. പക്ഷെ പുള്ളിക്കാരുടെ ഡോക്ടർ, അതായത് പുള്ളിക്കാരുടെ ട്രീറ്റ്മെന്റ് എല്ലാം വാസുമോനാണ് നോക്കുന്നത്. ഡോക്ടർ ജാംസിംഗ്. പുള്ളിയുടെ എന്താണ് പറയാ, പുള്ളിയുടെ ഒരു ഇതാണ്, പുള്ളി തന്ന സജഷനാണ് പുള്ളിക്കാരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. ആക്ച്വലി ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും പുള്ളിക്ക്. ആ വർക്കിംഗ് ഒരു എൻവയോൺമെന്റ് പോലെ തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് അതൊരു ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവുന്ന ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് മെയിൻ ആയിട്ടൊരു ഇല്ല. ഞാനത് വേണ്ടെന്ന് വിചാരിച്ച് ഞാൻ കുറെ കാര്യങ്ങൾ പറയാണ്ടാന്ന് വിചാരിച്ചു. നിങ്ങൾ ഇത്രയും ട്രാൻസ്പെറന്റ് ആയ സ്ഥിതിക്ക് ഞങ്ങളും തിരിച്ച് അങ്ങനെ തന്നെ നിൽക്കണമല്ലോ എന്നുള്ള ഒരു ഒറ്റ കൺസേണിലാണ് ഇത് ഞാൻ. പക്ഷെ എനിക്കിത് പറയാൻ പാപ്പൻ പിന്നെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു കുറെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് കൈമാറാറുണ്ട്. നമ്പർ ചോദിച്ചു. ഞാൻ എന്താണ് കാര്യം ഞാൻ പറയണെന്ന് പറഞ്ഞ കേജ് ഇപ്പൊ കേജിന് തോന്നുന്നുണ്ടോ എക്സാമ്പിൾ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വരുന്ന ദിവസം എനിക്ക് ഈസി ആയിട്ട് ഈ കൺമണിയെ ഹൈഡ് ചെയ്തുകൂടായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ വരല്ലെന്ന് പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ എല്ലാം പിടിച്ചോണ്ട് പോയി ഏതെങ്കിലും റൂമിലിട്ട് അടച്ചാൽ പോരായിരുന്നോ? അത്രയും ചിന്തിച്ചാൽ മതി കേജ്. പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഇവിടെ നിർത്തി? ആക്ച്വലി വി ആർ സോറി. നമുക്കൊരു സംശയം തോന്നി, അതുകൊണ്ട് ജസ്റ്റ് ആസ്ക് ചെയ്തത്. അതല്ല, വേറൊന്നും കൊണ്ടല്ല. പുള്ളിക്കാരി ഗാന്ധിജി കഴിക്കുന്ന ഫോട്ടോ കയ്യിലുണ്ട്. സുഭാഷ് ചന്ദ്രബോസിനാണ് നമ്മള് സാധനം കൊടുത്തത്. പിന്നെ അങ്ങനെ ആ ഒരു സർക്കിൾ അവളുടെ കുറെ നാൾ അങ്ങനെ കറങ്ങി നമ്മുടെ പ്രോഡക്റ്റ്. പിന്നീട് നമ്മൾ ഇത് റീബ്രാൻഡ് ചെയ്ത് ഇറക്കുന്നത് ഈ ഒരു സമയത്താണെന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ. പിന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ. അതെ അതെ. അപ്പൊ ഒരുപാട് ചെക്കുകൾ നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ടല്ലേ വാസ്മനെ? അപ്പൊ നമ്മളങ്ങനെ ചെക്കുകൾ ഒരു സൈഡിൽ ക്ലിയർ ചെയ്ത് വരുവാണ്. ഓക്കെ ഫൈൻ. അപ്പം നിങ്ങൾക്ക് ഒരു കൺസേൺ ഉണ്ടോ? എവിടെയാണ് നിങ്ങളുടെ ഫാക്ടറി വരേണ്ടതെന്നായിട്ട് എന്തെങ്കിലും കൺസേൺ ഉണ്ടോ? ഇല്ല അങ്ങനെ ഒരു കൺസേൺ നമുക്കില്ല ആക്ച്വലി. അത് നമുക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനുള്ള ഫെസിലിറ്റി ഉണ്ടാവണം. കടലിനോട് ചേർന്നതാണെങ്കിൽ കുറച്ച് വലിയ ഉപകാരമായിരിക്കും. അതെ, ഷിപ്പിംഗ് നമുക്ക് അതെ ട്രാവൽ എക്സ്പെൻസ് കുറയും. ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ചില്ലേ ഇത്രയും ചെറിയ ഇതിനകത്ത് എന്താണ് ചെയ്യണമെന്ന്. ഇവിടെ ഞങ്ങൾക്ക് 2 ഉപകാരമുണ്ട്. ഒന്ന്, തൊട്ടടുത്ത് ഇവിടെ അടുത്ത് തന്നെ എയർപോർട്ട് ഉണ്ട്, ഇവിടെ തന്നെ ഷിപ്പ് യാർഡ് ഉണ്ട്. എല്ലാം അടുത്തായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ലൊക്കേഷൻ വേണമെന്നേ ഉള്ളൂ, കുറച്ചും കൂടി വിപുലീകരിച്ച ഇത്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ആ സ്കൂൾ ഇരിക്കുന്ന സ്ഥലം അണ്ടി ഫാക്ടറിക്ക് പറ്റിയൊരു സ്ഥലമാണ്.
യെസ് ഉണ്ട് എനിക്കറിയാം. മിസ്റ്റർ എപിക്ക് അതിലൊരു ഇതുണ്ട്, അത് നമ്മള് Yes, സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലേ? എന്റെ അപ്പൂപ്പന്റെ മുതുമുത്തച്ഛന്റെ അച്ഛന്റെ ഇത് കിട്ടിയ സ്ഥലമാണത്. കേസ് ഐ തിങ്ക് പണ്ട് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന രാജാവ് എഴുതിയ അങ്ങനെന്തോ കാര്യമില്ലേ എപി അതില്? ഈ വണ്ടി ഓടിക്കാൻ കേട്ടോ? അല്ല, പണ്ടെന്തോ രാജാവ് എന്തോ. അതെ എന്റെ മുതുമുത്തച്ഛന്റെ അച്ഛന് പാട്ടത്തിന് ഇതായിട്ട് കൊടുത്തത്, എഴുതി കൊടുത്തിരുന്നത് ആണത്. മുന്നാധാരം അതങ്ങനെ പോകും. നമുക്ക് ഈ കാര്യം ഒരു വക്കിൽ എത്തിച്ചു വെച്ചത് അതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ ഈ ഡീൽ ഉറപ്പിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല. എന്താണ് നിങ്ങൾ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ലൈക്ക് നിങ്ങള് റെഡി ആവുമ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ട്രേഡ് സീക്രട്ടും ബാക്കി കാര്യങ്ങളും പറയാം. അല്ലാതെ നമുക്ക് ഒരു എഗ്രിമെന്റ് ഇന്നത്തെ ദിവസം അഡ്വാൻസ് വേണ്ട. നമുക്ക് ഇവിടെ ആക്ച്വലി ഈ അഡ്വാൻസ് വാങ്ങിക്കാൻ പറ്റൂലല്ലോ, നമുക്ക് അപ്പുറത്ത് പോണല്ലോ. ദുർഗാഷ്ടമിയാണ്, അതുകൊണ്ട് ഇന്ന് കാശ് കൈമാറാൻ പാടില്ല. അല്ല, നമ്മൾ സാധാരണ ഒരു ബിസിനസ് ഡീലിന് പോയി കഴിഞ്ഞാൽ സെറ്റ് ചെയ്തിട്ട് പോകാറാണ് പതിവ്. കേസ് നമുക്ക് കുറച്ച് അന്ധവിശ്വാസമുള്ള കൂട്ടത്തിലാണ് കേസ്, നിങ്ങളത് മനസ്സിലാക്കണം. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞുതരാം, നമ്മളൊരു നല്ലൊരു കാര്യം തുടങ്ങുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയാണ്. നമ്മളിപ്പോ എന്താ പറയാ, നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പോ നമ്മുടെ കൈ കൊണ്ട് നല്ലൊരു സമയത്ത് ഒരു കൃത്യമായ എല്ലാത്തിനും ഒരു പോസിറ്റീവ് എനർജി വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചുറ്റും നിൽക്കുന്നതിൽ നെഗറ്റീവ് എനർജി ഞാൻ എന്റെ ഇവിടുത്തെ എല്ലാ സ്റ്റാഫ്സിനും എല്ലാവർക്കും ഈ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞില്ലേ, അവർക്കൊരു നല്ല എൻവയോൺമെന്റ്, നല്ല അറ്റ്മോസ്ഫിയർ, അതാണ് എന്റെ ഈ ഒരു സ്ഥാപനത്തിന്റെ എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി തന്നെ അതാണ്. നല്ല കാര്യമാണ്. അപ്പൊ പിന്നെ എങ്ങനെയാ ഇതിന്റെ താങ്കളുടെ പിഎക്ക് കുറച്ച് ഫോട്ടോസും കൂടെ അയച്ചിട്ടുണ്ടായിരുന്നേ, ചെക്ക് ചെയ്യാൻ പറഞ്ഞേക്കണേ. അതൊക്കെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യണം മിസ്റ്റർ എക്സ് പ്ലീസ്. കിട്ടിയില്ലേ? തന്നെ മിസ്റ്റർ വാസു, അപ്പൊ ഏത് ഡേ ആണ് നമ്മൾ ഒരു ബിസിനസ് ഡീൽ ഫിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഗ്യാങ് ഹൗസിൽ വെച്ച് തന്നെ കാണാം. ഓക്കേ, ശരി. അല്ല വാസു, ഇതൊരു ബിസിനസ് ഡീൽ അല്ലേ, നമുക്ക് ലെറ്റ്സ് മീറ്റ് സംവെയർ എൽസ് ആൻഡ് വേണമെങ്കിൽ നമുക്കൊരു ഡ്രിങ്ക്സ് ഒക്കെ കൂടെ ദെൻ ഞങ്ങളൊരു കാര്യം ചെയ്യാം. ഞങ്ങൾക്ക് പുറത്ത് വരുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ട് കേജിന്, ഞങ്ങൾക്കല്ല കേജിന്. ഇപ്പൊ കേജിന്റെ തന്നെ ഒരു പാർട്ടി ഹൗസ് അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്കൊരു പാർട്ടി അറേഞ്ച് ചെയ്യാം. ഓക്കെ, വരുന്നവരുടെ ലിസ്റ്റ് ഒന്ന് നേരത്തെ നമ്മുടെ ഗാർഡ്സിൽ നിന്ന് അറിയിക്കണം. വേറൊരു കാര്യം കൂടെ എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാല്, ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വേണ്ടുന്നത് ഒരു 800 CR അടുപ്പിച്ചാണ്. 100 CR നമുക്ക് നമ്മുടെ കമ്പനി ബാക്കപ്പ് ഉണ്ട്. ആക്ച്വലി മിസ്റ്റർ വാസു, നമ്മൾ പറഞ്ഞ കൺസേൺ ഒക്കെ അനുസരിച്ച് നിങ്ങൾ റീകോട്ട് ചെയ്തോളൂ. നിങ്ങൾ റീകോട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് ക്വാളിറ്റി ഉള്ള, അതായത് നമുക്കിത് മൊത്തത്തിൽ റീകോട്ട് ചെയ്യേണ്ടി വരും. ഇവര് പറഞ്ഞ കൺസേൺ വെച്ചിട്ട് നമുക്ക് ട്രക്കുകള്, സ്ഥലം, ഏരിയ അപ്പൊ എല്ലാം മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറയുന്ന 800 CR ചിലപ്പോ തീർന്നില്ലെന്ന് വരാം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, അടുത്തൊരു സിറ്റിങ്ങിൽ അതിനെപ്പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അത് ശരിയാണ്. നിങ്ങൾ പറഞ്ഞ രീതിയിൽ കൺസേൺസിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ നിങ്ങളുടെ കൺസേണിൽ ഞങ്ങൾ ഉദ്ദേശിച്ച ഇൻഫ്രാസ്ട്രക്ചറും നിങ്ങൾ ഉദ്ദേശിച്ച ഇൻഫ്രാസ്ട്രക്ചറും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതുപോലെ വെഹിക്കിൾസ്, ബാക്കി നമ്മുടെ അമ്യൂണിറ്റീസ്, ബാക്കി കാര്യങ്ങൾ, ഈ വർക്കേഴ്സിന്റെ എൻവയോൺമെന്റ് എല്ലാം കൂടി കൺസിഡർ ചെയ്യുമ്പോൾ മേ ബി ബഡ്ജറ്റ് ഇനിയും ഇൻക്രീസ് ആവാം. അതെ, ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് വലിയൊരു ഇത് വാസ്തവത്തിൽ നമുക്ക് കുറച്ചും കൂടെ എന്താണ് പറയാ, സേഫ്റ്റി, വർക്കേഴ്സിന്റെ സേഫ്റ്റി, അത് മാത്രമല്ല നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ സേഫ്റ്റി കൂടെ കൺസിഡർ ചെയ്തിട്ട് ഇടത്തോട്ട് വർക്കേഴ്സ് ഫാക്ടറിക്ക് അകത്തോട്ട് കയറുന്നതിന് മുന്നേ ഒരു ഡീസാനിറ്റൈസേഷൻ ചെയ്തിട്ട് വേണം അവരെ അകത്തോട്ട് കയറ്റാൻ. അത് മാത്രമല്ല അങ്ങനത്തെ ഒരു മിനിറ്റ് അപ്പൊ ഈ ലോഡ് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ഓക്കെ, രണ്ടു ബോളും പറന്നു. അവള് വീണ്ടും വന്ന് അവിടെ നിക്കുന്ന നീയൊക്കെ കണ്ടില്ലല്ലേ? ഈ കണ്ണാപ്പിക്കൊന്നും കഴിവില്ലാന്ന് കരയിപ്പിക്കാൻ. ഞാൻ പറഞ്ഞ പിന്നെ കേസാവും, അതുകൊണ്ട് പിന്നെ ഒന്നും പറയാം. നിനക്ക് പറ്റിയില്ലല്ലേ? അവള് വീണ്ടും വന്ന് അവിടെ നിക്കുന്ന കണ്ട?
അണ്ണാ അവള് മറ്റേ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എന്നെ 5-6 ഇടി ഇടിച്ചെണ്ണ ഇവിടെ വന്നിട്ട് അവസാനം തോക്കൊക്കെ എടുക്കുന്ന സീനായപ്പോ പിന്നെ അന്നാ കുറച്ച് നീക്കി വെക്കണം ഫയർ പോലീസിന്റെ സാധനം ഇട്ട് അടിച്ചോല്ല എന്താടാ ലാഗ് എന്നോ എന്ത് ലാഗ് തോന്നുന്നെങ്കിൽ ബ്രോ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഉണ്ടോ പറഞ്ഞോളൂ മിസ്റ്റർ വാസു അപ്പൊ അല്ല നമ്മള് ഏറ്റവും മുഖ്യമായിട്ടൊരു കാര്യം ഡിസ്കസ് ചെയ്യില്ല ഇപ്പൊ നിങ്ങളൊരു ഇതിന്റെ പ്രോഫിറ്റ് ഷെയറിങ് നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആക്ച്വലി ഇതിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് വാസ്മൻ പറഞ്ഞോളൂ. ഞാൻ എൻ്റെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുണ്ട് ഇതിൽ. സോ ഈ ഒരു ബ്രാൻഡ് ശരിക്കും പറഞ്ഞാൽ ഫോറിൻ മാർക്കറ്റിലും നമ്മുടെ മാർക്കറ്റിലെ കാര്യം ഞാൻ പറയണില്ല, ഫോറിൻ മാർക്കറ്റിൽ ഇതിനുള്ള ഇപ്പോൾ ഉള്ള ഡിമാൻഡും അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റിയും എനിക്ക് നന്നായിട്ട് അറിയാം. സോ നോട്ട് റെഡി ഫോർ എ 50-50 പാർട്ട്ണർഷിപ്പ്, ബട്ട് ഞാൻ ഇത്രയും നാൾ ഉണ്ടാക്കിയെടുത്തൊരു ട്രേഡ് മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. ആ ബ്രാൻഡ് വാല്യൂവിൽ എനിക്കൊരു റെസ്പെക്ട് കിട്ടണം. സോ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു 60-40 ആണ്. ആക്ച്വലി ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. അല്ല സോറി വാസ്മൻ പറഞ്ഞത് തെറ്റി വേണ്ട, 70-30 ആണ്. ആക്ച്വലി 70 ഞങ്ങൾക്ക് 30 നിങ്ങൾക്ക്. അല്ലല്ല വൈസ് വർസ. 60-40 നല്ലൊരു ഡീലായിരുന്നു. അല്ല കേജി അതല്ല, ഇത് ഇതിൽ ഒരുപാട് കഷ്ടപ്പാടുകളും വാസുമോന്റെ ഒരുപാട് നാളത്തെ ഉറക്കമില്ലായ്മ, ഒരുപാട് അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആക്ച്വലി അത് റിട്ടേൺ ബാക്ക് എടുക്കാനുള്ള ടൈം ഫ്രെയിം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ ഇത് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലേ മിസ്റ്റർ ഷജിബാപ്പൻ? നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉടനെ റിട്ടേൺ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുതല്ലോ. ഇതിപ്പോ നമ്മളിപ്പോ ഒരു ലോൺ ഷാർക്കിലൊക്കെ പോയി ലോൺ അല്ലല്ലോ വാങ്ങുന്നത്, ഇത്ര നാളിനുള്ളിൽ നിങ്ങൾക്ക് റിട്ടേൺ തരാം. നമ്മൾ ഇത്ര ഹ്യൂജർ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഷെയർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്കൂടെ കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ ആയിരിക്കണ്ടേ? അതായത് കേസ് നിങ്ങൾ അല്ല മിസ്റ്റർ ഷജിബാപ്പൻ, നിങ്ങൾ പറയുന്ന കൺസേൺസ് നമ്മൾ അഡ്രസ് ചെയ്ത് ഇത്രയും വിപുലീകരിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റും ഹ്യൂജ് ആയിരിക്കും. സോ അതിന്റെ ഒരു 30% ചങ്ക് എന്ന് പറയുന്നത് ഒട്ടും കുറവായിരിക്കില്ല. ആക്ച്വലി ഈ ഒരു ഞാൻ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ ഞാനിപ്പോ പറഞ്ഞു, സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു. ആക്ച്വലി ഈ ഒരു ഞാൻ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ ഞാനിപ്പോ പറഞ്ഞു, സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം 60-40 എന്ന് നിങ്ങൾ പറയുന്ന ഡീൽ നമ്മൾ എഗ്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 60 ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ വർക്കിംഗ് എൻവയോൺമെന്റിൽ നമുക്കൊരു മടുപ്പ് വന്നു, 60 ഉള്ളൂ. അപ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു മാസത്തെ പ്രോഫിറ്റ് ചിലപ്പോൾ 100 കോടി ആയിരിക്കും. അതിലെ ഒരു 40% പറയാൻ 40 കോടി വരുമായിരിക്കും നിങ്ങൾക്ക് കൂടിപ്പോയാൽ. പക്ഷെ അതേസമയം നിങ്ങൾ നമുക്ക് 70 തരുമ്പോൾ 70 ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ജാം എന്ന് പറഞ്ഞ് വർക്ക് ചെയ്തിട്ട് ആ മാസത്തെ പ്രോഫിറ്റ് 1000 കോടി ആയി കഴിഞ്ഞാൽ അതിന്റെ 30% എന്ന് പറയുന്നത് 300 കോടിയാണ്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന 40 കോടിനെക്കാട്ടിലും ഓൾമോസ്റ്റ് 8-9 ഇരട്ടി. ചിന്തിക്കാൻ പറ്റണേ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആക്ച്വലി നിങ്ങളുടെ പ്രോഫിറ്റ് ചങ്ക് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? എത്ര കോടികൾ കൂടുതൽ നിങ്ങൾക്ക് സമ്പാദിക്കാമെന്ന്. നിങ്ങളൊരു 80 ആക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലപോലെ നമ്മൾ ഓക്കെ ആണോ? അപ്പൊ 70ന്റെ വർക്ക് എടുത്താൽ മതി. 70ന്റെ വർക്കോ 100% നമ്മള് മീൻസ് അതല്ല പറഞ്ഞത്, 100% നമ്മൾ വർക്ക് ചെയ്യും. പിന്നെ വർക്ക് ചെയ്യാതിരിക്കും നമ്മള്. പിന്നെ എല്ലാതരം ആക്ച്വലി ഈ ഒരു ഞാൻ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ ഞാനിപ്പോ പറഞ്ഞു, സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം 60-40 എന്ന് നിങ്ങൾ പറയുന്ന ഡീൽ നമ്മൾ എഗ്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 60 ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ വർക്കിംഗ് എൻവയോൺമെന്റിൽ നമുക്കൊരു മടുപ്പ് വന്നു, 60 ഉള്ളൂ. അപ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു മാസത്തെ പ്രോഫിറ്റ് ചിലപ്പോൾ 100 കോടി ആയിരിക്കും. അതിലെ ഒരു 40% പറയാൻ 40 കോടി വരുമായിരിക്കും നിങ്ങൾക്ക് കൂടിപ്പോയാൽ. പക്ഷെ അതേസമയം നിങ്ങൾ നമുക്ക് 70 തരുമ്പോൾ 70 ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ജാം എന്ന് പറഞ്ഞ് വർക്ക് ചെയ്തിട്ട് ആ മാസത്തെ പ്രോഫിറ്റ് 1000 കോടി ആയി കഴിഞ്ഞാൽ അതിന്റെ 30% എന്ന് പറയുന്നത് 300 കോടിയാണ്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന 40 കോടിനെക്കാട്ടിലും ഓൾമോസ്റ്റ് 8-9 ഇരട്ടി. ചിന്തിക്കാൻ പറ്റണേ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആക്ച്വലി നിങ്ങളുടെ പ്രോഫിറ്റ് ചങ്ക് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? എത്ര കോടികൾ കൂടുതൽ നിങ്ങൾക്ക് സമ്പാദിക്കാമെന്ന്. നിങ്ങളൊരു 80 ആക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലപോലെ നമ്മൾ ഓക്കെ ആണോ? അപ്പൊ 70ന്റെ വർക്ക് എടുത്താൽ മതി. 70ന്റെ വർക്കോ 100% നമ്മള് മീൻസ് അതല്ല പറഞ്ഞത്, 100% നമ്മൾ വർക്ക് ചെയ്യും. പിന്നെ വർക്ക് ചെയ്യാതിരിക്കും നമ്മള്. പിന്നെ എല്ലാതരം